നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ വർഗീസ് അച്ഛനാണ്. വിശുദ്ധ മാമോദീസ എന്ന കൂദാശയെ സംബന്ധിച്ചാണ് ബഹുമാനപ്പെട്ട അച്ഛൻ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. അച്ഛനെ വ്യക്തിപരമായി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം മലങ്കര സഭയിലെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാവർക്കും വളരെ ആഴമായി അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛൻ്റേത്. പ്രസിദ്ധനായ ഒരു വാഗ്മി, സംഘാടകൻ, വിശ്വാസ സംരക്ഷകൻ, തൻ്റെ തനതായ ശൈലിയിലൂടെ, അതിലുപരി വാക്ചാതുര്യത്തിലൂടെ സഭയുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച് പറയുവാനും പഠിപ്പിക്കുവാനും വളരെ പ്രാഗൽഭ്യമുള്ള വന്ദനായ വർഗീസ് അച്ഛൻ്റെ സാന്നിധ്യം നമ്മളെ സംബന്ധിച്ച് അനുഗ്രഹകരമാണ്. അച്ഛന് മീനടം സെന്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവക അംഗമാണ്. വൈദിക സെമിനാരിയിലെ 92 അച്ഛൻ്റെ വൈദിക വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു. GST, BD, MA ഇംഗ്ലീഷ്, സിറിയക്ക്. അത് കഴിഞ്ഞ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD ഒക്കെ കരസ്ഥമാക്കിയിട്ടുണ്ട്. നമ്മുടെ സഭയുടെ PRO ആയി അച്ഛന് സേവനമനുസരിച്ചിട്ടുണ്ട്. ഓർത്തഡോക്സ് യുവജന പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് അച്ഛൻ ഏതാണ്ട് 5 വർഷക്കാലം സേവനമനുഷ്ഠിച്ചു. MGOCS ജനറൽ സെക്രട്ടറി ആയിട്ട് അച്ഛന് 5 വർഷക്കാലം സേവനമനുഷ്ഠിച്ചു. ഇപ്പോഴച്ഛന് നമ്മുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ ഡയറക്ടർ ജനറലായും സഭ മാനേജിംഗ് കമ്മിറ്റി അംഗമായും പ്രവർത്തിക്കുന്നു. കാരമ്മൂട് സെന്റ് മേരീസ് സഹിയോൻ ഇടവകയുടെ വികാരിയായും സീരി പ്രസ്ഥാനത്തിലെ ലെക്ചറായും അച്ഛന് ഇപ്പോൾ സേവനം അനുഷ്ഠിച്ചു വരുന്നു. അച്ഛൻ്റെ സാന്നിധ്യം നമ്മളെ സംബന്ധിച്ച് ഇന്ന് വളരെ അനുഗ്രഹകരമാണ്. അച്ഛൻ്റെ ക്ലാസ്സുകൾക്ക് PPT ഉണ്ടായിരിക്കുന്നതല്ല. കാരണം അല്ലാതെ തന്നെ അച്ഛൻ്റെ വാക്ചാതുര്യത്തിൽ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് വളരെ പ്രാഗൽഭ്യമുള്ള ആളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട എല്ലാവരും തന്നെ നോട്ട്ബുക്കും പെന്നും കൂടെ കരുതുവാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമേ. അഭിവന്ദ്യ തിരുമേനിയും എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. അഭിവന്ദ്യ തിരുമേനിയുടെ പ്രാരംഭ പ്രാർത്ഥനയോടും ആമുഖ വചനത്തോടും കൂടി നമുക്ക് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ഡോക്ടർ വർഗീസ് അച്ഛൻ, ബഹുമാനപ്പെട്ട ജേക്കബ് മാത്യു അച്ഛൻ, ബഹുമാനപ്പെട്ട റംബാച്ചൻ, മറ്റ് വൈദിക സഹോദരങ്ങളെ, ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതായ പ്രിയപ്പെട്ട ഏവർക്കും ദൈവതിരുനാമത്തിൽ സ്നേഹവന്ദനം. ഇപ്പോൾ നമുക്ക് ഒരു കൗമ നമസ്കരിച്ചുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ ഈ ക്ലാസ് ആരംഭിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതലേ ആമേൻ. എന്റെ മഹത്വം കൊണ്ട് സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവത്തിന്റെ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മശീഹ രാജാവേ നിനക്ക് സ്തുതി. പാറയ്ക്കുമോ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, വിശ്വസ്രോതത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളെ ക്ഷമിക്കണമേ. രക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, വിനോദിഷ്ടം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണം. ഞങ്ങളുടെ നാല് രാജ്യവും ശക്തിയും മഹത്വവും നീക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞവരെയുമേ നിനക്ക് സമാധാനം.
നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ കർത്താവേ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളതിന്റെ വലുതുറയുമേ നമ്മുടെ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ സമയത്തും ദൈവം അപേക്ഷിച്ചോളണമേ. ആമേൻ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ഈ ക്ലാസ്സിനെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളിവിടെ ആയിരിക്കുമ്പോൾ ദൈവമേ, നിന്റെ തിരുവചനം ഞങ്ങളുടെ കാലുകൾക്ക് വിളക്കും ഞങ്ങളുടെ പാതകൾക്ക് വെളിച്ചവുമായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ തിരുവചനത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ഒരുക്കി തന്നിട്ടുള്ളതായ രക്ഷാമാർഗങ്ങളായ വിശുദ്ധ കൂദാശകളെ ആദരവോടെയും ഭക്തിയോടെയും സ്വീകരിക്കുവാനും അവയുടെ അർത്ഥം മനസ്സിലാക്കുവാനും ദൈവമേ ഞങ്ങളെ ഇടയാക്കണമേ. ഇന്നത്തെ ഈ ക്ലാസ് നയിക്കുന്നതായ ബഹുമാനപ്പെട്ട അച്ഛനെ തിരുസന്നിധിയിൽ ഓർക്കുന്നു. ഞങ്ങളെല്ലാവരെയും തിരുസന്നിധിയിൽ ഓർക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ഞങ്ങൾക്ക് തുറന്നു തരണമേ. ഞങ്ങളെല്ലാവരും നിന്നെയും നിന്റെ ഏകജാതനെയും പരിശുദ്ധാത്മാവിനെ ഇപ്പോഴും നീക്കും സ്തുതിച്ച് പുകഴ്ത്തുവാനായിട്ട് തന്നെ. ആമീൻ. ദൈവതിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. അതിരായ വൈദിക ശ്രേഷ്ഠരെ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്നത്തെ ഈ ദിവസം നമുക്ക് ഒരിക്കൽ കൂടെ നമ്മളുടെ ഈ ക്ലാസ്സിലേക്ക് പങ്കെടുക്കുവാൻ തക്കവണ്ണം ഇടയായതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇപ്പോഴത്തെ നിലയനുസരിച്ച് 211 പേരാണ് അറ്റൻഡ് ചെയ്യുന്നത്. നമ്മൾ ഏകദേശം 460ഓളം പാർട്ടിസിപ്പൻസ് ആണ് പ്രതീക്ഷിക്കുന്നത്. 100 പേരായിരുന്നു. 211 പേരാണ് ഇപ്പോഴുള്ളത്. ഞാൻ വിചാരിക്കുന്നു ഉടൻ തന്നെ ബാക്കിയുള്ളവരുടെയൊക്കെ കയറുമെന്നാണ് വിചാരിക്കുന്നത്. ഈ ദിവസം ബഹുമാനപ്പെട്ട ജേക്കബ് മാത്യു അച്ഛൻ ഓർപ്പിച്ചതുപോലെ പ്രിയപ്പെട്ട വർഗീസ് അച്ഛനാണ് ക്ലാസ് എടുക്കുന്നത്. നമ്മുടെ അടിസ്ഥാന ഉദാശയായ വിശുദ്ധ മാമോദീസ കർത്താവ് നമുക്ക് വേണ്ടി ഏർപ്പെടുത്തിയതായ വിശുദ്ധ ഉദാശയാണ്. അവന് ആവശ്യമുണ്ടായിരുന്നിട്ട് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് ഏർപ്പെടുത്തിയതായ ഉദാശകളിൽ ഒന്നാണ് മാമോദീസ. ആ മാമോദീസ സ്വീകരിച്ച് ഈ ലോകത്തിൽ മനുഷ്യനെ വീണ്ടും ജനനത്തിലേക്കും പുത്രസ്വീകാര്യത്തിലേക്കും നിത്യജീവന്റെ അനുഭവത്തിലേക്കും പ്രവേശിപ്പിക്കുന്നതായ വലിയ ഉദാശയാണ്. ഇതിന്റെ അർത്ഥമാനങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട അച്ഛൻ നമുക്ക് വളരെ വിശദമായി പറഞ്ഞു തരും എന്ന് വിചാരിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെ ഈ മീറ്റിംഗിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട അച്ഛൻ എനിക്കൊരു ജ്യേഷ്ഠ സഹോദരനാണ്. പ്രിയപ്പെട്ട അച്ഛനെ വളരെ സ്നേഹത്തോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ തെയോഫിലോസ് തിരുമേനി, ബഹുമാനപ്പെട്ട ജേക്കബ് മാത്യു അച്ഛൻ ഉൾപ്പെടെ വന്ദ്യരായ വൈദിക സഹോദരങ്ങൾ, ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സഹോദരി സഹോദരന്മാരെ, അഭിവന്യ തിരുമേനി ഓർമ്മിപ്പിച്ചതുപോലെ എല്ലാ കൂദാശകളിലേക്കുമുള്ള പ്രവേശന വാതിലാണ് വിശുദ്ധ മാമോദീസ. വിശുദ്ധ മാമോദീസയിലൂടെ നിത്യജീവനും ദൈവമക്കൾ എന്ന അവകാശം, പുത്രസ്വീകാര്യവും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും നാം പ്രാപിക്കുന്നു. വിശുദ്ധ മാമോദീസ യഥാർത്ഥത്തിൽ നമ്മെ രക്ഷയുടെ അനുഭവത്തിലേക്ക് എത്തിക്കുന്നു, വീണ്ടും ജനനത്തിലേക്ക് എത്തിക്കുന്നു. കർത്താവ് യേശു മിശിഹായുടെ മരണം, കർത്താവിന്റെ കബറടക്കം, എല്ലാറ്റിലും ഉപരി യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം, മഹത്തരമായ പുനരുത്ഥാനം, ഇതിൽ നമ്മളെ പങ്കാളികളാവുകയും ചെയ്യുന്നു വിശുദ്ധ മാമോദീസയിലൂടെ. വിശുദ്ധ മാമോദീസ ക്രമത്തിൽ വളരെ വ്യക്തമായി ഞാൻ ഈ പറഞ്ഞ പ്രധാന ആശയങ്ങൾ മാമോദീസ ക്രമത്തിലും വ്യക്തമായി പഠിപ്പിക്കുന്നു. വളരെ ഗഹനമാണ് വിശുദ്ധ മാമോദീസ കൂദാശ പഠനം. ആ പഠനത്തിന്റെ ഒരു മുഖവര അത് മാത്രമാണ് ഈ ക്ലാസ്സിലൂടെ നിർവഹിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമേ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ 3 പ്രധാനപ്പെട്ട വാക്കുകൾ. I would like to say it in English. One is redemption, second is regeneration, and the last is resurrection. Redemption യഥാർത്ഥത്തിൽ ചരിത്രത്തിന്, ഫോളൻ ഹ്യൂമാനിറ്റിക്ക് മനുഷ്യാവതാരം മുഖാന്തരം ലഭിച്ച ഏറ്റവും അനുഗ്രഹീതമായ
അനുഗ്രഹീതമായ അനുഭവം റിഡംഷൻ ആൻഡ് റെസ്റ്റോറേഷൻ ആണ്. വീണുപോയ മനുഷ്യരെ മനുഷ്യാവതാരം മുഖാന്തരം യേശു ക്രിസ്തു വീണ്ടെടുത്ത ആദിമ അവസ്ഥയിലേക്ക്, പർദീസയിലെ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ട് ഹോളി ബാപ്റ്റിസം ഈസ് ആൻ ആക്ട് ഓഫ് റീജനറേഷൻ, ഈസ് ആൻ ആക്ട് ഓഫ് റിഡംഷൻ, and through holy baptism we are participating the resurrection of our Lord Jesus Christ. യേശു ക്രിസ്തുവിന്റെ മഹത്തരമായ പുനരുത്ഥാനത്തിലും കർത്താവിന്റെ രക്ഷാകരമായ വീണ്ടെടുപ്പിലും ഞാനും നിങ്ങളും പങ്കാളികളാകുന്ന വീണ്ടും ജനനമാണ് വിശുദ്ധ മാമോദീസ. ഈ ആശയം ഈ ക്ലാസിന്റെ അവസാനം വരെ പ്രധാന കേന്ദ്രമായി മനസ്സിൽ നിൽക്കണം. Once again I would like to say redemption and restoration, regeneration and rebirth, as well as participation in the resurrection of our Lord Jesus Christ through holy baptism. That's why holy baptism becomes the first sacrament, sacrament of initiation and the sacrament of participation. ഇത് എല്ലാവരുടെയും മനസ്സിൽ കാര്യമായി നിറഞ്ഞു നിൽക്കണം. രണ്ടാമത്, വിശുദ്ധ മാമോദീസായെ കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, അത് യഥാർത്ഥത്തിൽ വിശുദ്ധ മാമോദീസായുടെ പഠനത്തിന്റെ ആമുഖമാണ്. വിശദമായി നിങ്ങൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ആമുഖം പറയുന്നത്. ഒന്നാമത്, പഴയ നിയമത്തിൽ ഒരു സാക്രമെന്റ് ആയിട്ട് ബാപ്റ്റിസത്തെ കുറിച്ച് പറയുന്നില്ല. ബാപ്റ്റിസം എന്ന വാക്കില്ല. അപ്പോൾ ക്രിസ്തീയ മാമോദീസായുടെ, പുതിയ നിയമസഭയുടെ മാമോദീസായുടെ ഒരു പശ്ചാത്തലം നേരിട്ട് അല്ലെങ്കിൽ ഒരു എക്സ്പ്ലിസിറ്റ് ഫോമിൽ പഴയ നിയമത്തിൽ കാണുന്നില്ല. എന്നാൽ അറ്റ് ദി സെയിം ടൈം we have to understand the Old Testament, even though it does not contain Christian baptism as a sacrament, however, it contains ritual washings, purifications, and water events that later Christian tradition interprets as types or prefigurations of baptism. ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ പറയുന്നു. ക്രിസ്തീയ മാമോദീസ എന്ന കൂദാശയെ കുറിച്ച് നേരിട്ട് പഴയ നിയമത്തിൽ സൂചനകളില്ല, അത് ഓർക്കുക. എന്നാൽ പഴയ നിയമത്തിൽ സൂചന നൽകേണ്ട ആവശ്യമില്ല. പഴയ നിയമത്തിൽ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്ന റിച്വൽ വാഷിങ്സ് എന്ന് വെച്ചാൽ ഒരു ആരാധനാപരമായ സ്നാനത്തെക്കുറിച്ചും കുളിയെക്കുറിച്ചും ശുദ്ധീകരണത്തെക്കുറിച്ചും ഒക്കെ പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്യൂരിഫിക്കേഷൻസ്, ജനതയുടെയും വ്യക്തികളുടെയും ശുദ്ധീകരണത്തിനെ, വെള്ളം കൊണ്ട് കഴുകുന്നതിനെ കുറിച്ച് പഴയ നിയമത്തിൽ അനേക പ്രതിപാദ്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ വെള്ളത്തിന്റെ പല സംഭവങ്ങൾ, വാട്ടർ ഈവൻസ്, ഇത് പഴയ നിയമത്തിലുള്ള ഈ മൂന്ന് കാര്യങ്ങൾ, റിച്വൽ വാഷിങ്സ്, പ്യൂരിഫിക്കേഷൻസ് ആൻഡ് വാട്ടർ ഈവൻസ്, അതിനെ പിതാക്കന്മാർ പുതിയ നിയമസഭയുടെ വിശുദ്ധ മാമോദീസായുടെ ടൈപ്പുകളായിട്ട്, എന്ന് വെച്ചാൽ പ്രതീകങ്ങളായിട്ട്, സിംബൽസ് ആയിട്ട് പഴയ നിയമത്തിൽ നിന്ന് കാണുകയും ആ സിംബൽസ് വിശുദ്ധ മാമോദീസായിലൂടെ ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ട പരിശുദ്ധ സഭയ്ക്ക് നൽകുന്നതായി പിതാക്കന്മാര് പഠിപ്പിക്കുന്നു. ഈ പ്രീസ്റ്റ്ലി വാഷിങ്ങിനെ കുറിച്ച്, പ്രത്യേകിച്ച് ലേവ്യ ഗോത്രത്തിൽപ്പെട്ടവരെയും അതുപോലെ തന്നെ അഹ്റോന്യ പൗരോഹിത്യ ക്രമത്തിൽ ഉൾപ്പെടുന്നവരെയും അഹ്റോനെയും പുത്രന്മാരെയും പ്രത്യേകിച്ച് കഴുകി ശുദ്ധീകരിക്കുന്നതായി പഴയ നിയമത്തിലുണ്ട്. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. അതുപോലെ തന്നെ ലേവ്യ പുസ്തകത്തിൽ വിശുദ്ധിയുടെ നിയമങ്ങൾ പ്രതിപാദിക്കുമ്പോൾ ലേവ്യ പുസ്തകം 11-ാം അധ്യായം മുതൽ 15-ാം അധ്യായം വരെ, പ്രത്യേകിച്ച് 14-15 അധ്യായങ്ങളിൽ വളരെ വ്യക്തമായി ശുദ്ധീകരണത്തിന്റെ കഴുകലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സംഖ്യാപുസ്തകം 19-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ വെള്ളം കൊണ്ട് ശുദ്ധി വരുത്തുന്ന ക്രമീകരണങ്ങൾ, പലപ്പോഴും ശവത്തെ തൊട്ട്
അശുദ്ധമായ വസ്തുക്കളെ തൊട്ട് അശുദ്ധി വരുന്നവർ പാളയത്തിന് പുറത്ത് പോയി അവരെ തന്നെ വെള്ളം കൊണ്ട് കഴുകുന്ന വലിയ നിയമങ്ങൾ പ്രത്യേകിച്ച് സംഖ്യാപുസ്തകം 19 അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പഴയ നിയമത്തിലെ സംഭവങ്ങൾ, ആ സംഭവങ്ങൾ വെള്ളത്തോട് ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. അതിനെ മേജർ ടൈപ്സ് ഓഫ് ബാപ്റ്റിസം ആയി പിതാക്കന്മാര് ചിത്രീകരിക്കുന്നു, അപ്പോസ്തലന്മാർ സാക്ഷിക്കുന്നു. അതാണ് യഥാർത്ഥത്തിൽ പ്രീഫിഗറേഷൻ ഓഫ് ഹോളി ബാപ്റ്റിസം ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ്. അതിലെ ഒന്നാമത്തേത് നമ്മുടെ പിതാക്കന്മാരും ആഗമന ക്രൈസ്തവ സഭാ പിതാക്കന്മാരും വിവരിച്ചിരിക്കുന്ന ഒന്നാമത്തെ ഭാഗം വെള്ളത്തിന്മേൽ ആത്മാവ് ഓവറിങ് ഓവർ വാട്ടേഴ്സ്. എന്നാൽ അടയിരുന്നു, പൊതിയിരുന്നു എന്നൊക്കെ മലയാളത്തിൽ നമുക്ക് പറയാം. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേൽ നിഴലിച്ചു, വെള്ളത്തിന്മേൽ ദൈവത്തിന്റെ ആത്മാവ് ആവസിച്ചു. ഉൽപ്പത്തി പുസ്തകം 1 അധ്യായം 2 വാക്യം. അത് പഴയ നിയമ പ്രഥമ ഭാഗമായി വിശുദ്ധ മാമോദീസായുടെ പ്രീഫിഗറേഷനായിട്ട് ടൈപ്പായിട്ട് പഴയ നിയമത്തിലെ ഈ സൂചനയെ പിതാക്കന്മാർ കാണിക്കുന്നു. അത് ഏറ്റവും വ്യക്തമായി വിശദീകരിക്കുന്നത് ധന്യനായ പത്രോസ് ശ്ലീഹായുടെ 1-ാം ലേഖനം 1 Peter chapter 3 verses 20-21. This event that is actually spirit hovering over the waters is a prefiguration of holy baptism. അതുപോലെ തന്നെയാണ് നോവാസ് ഫ്ലഡ്. അത് 1 Peter chapter 3 verse 20-21 വളരെ വ്യക്തമായി പത്രോസ് ശ്ലീഹ വ്യാഖ്യാനിക്കുന്നു. Genesis chapter 6-9, this is prefigures baptism which now saves you. യഥാർത്ഥത്തിൽ ബാപ്റ്റിസം is an act of redemption എന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നത് പത്രോസ് ശ്ലീഹായുടെ 1-ാം ലേഖനം 3-ാം അധ്യായം 20-21 വാക്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഏറ്റവും അധികം ആരാധനയിലും പിതാക്കന്മാരുടെ പ്രസംഗങ്ങളിലും പഴയ നിയമത്തിൽ വിശുദ്ധ മാമോദീസയുടെ മുൻകുറിയായി സൂചിപ്പിക്കുന്ന സംഭവം ക്രോസിംഗ് ഓഫ് ദി റെഡ് സീ, ചെങ്കടല് കടക്കുന്നതാണ്. മിസ്രൈമ്യ അടിമത്തത്തിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ യഹോവയായ ദൈവം ജനത്തെ വിടുവിക്കുന്നു. അവർ ചെങ്കടല് കടക്കുന്നു. ചെങ്കടല് കടക്കുന്നത് മാമോദീസയുടെ സൂചകമായി പിതാക്കന്മാർ പഠിപ്പിക്കുന്നു, അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്നു. Exodus chapter 14, that event interpreted in 1 Corinthians chapter 10 verse 1-2, all were baptized into Moses in the cloud and in the sea. മേഘത്തിലും അതുപോലെ തന്നെ കടലിലും വഴിയായി അവർ സ്നാനം ഏറ്റ് ശുദ്ധീകരിക്കപ്പെട്ട് രക്ഷ പ്രാപിച്ചു. ഞാൻ പറഞ്ഞ 3 വാക്കുകൾ ഓർക്കുക: ആക്ട് ഓഫ് റിഡംഷൻ ആൻഡ് റെസ്റ്റോറേഷൻ, ആക്ട് ഓഫ് റീജനറേഷൻ ആൻഡ് റീബർത്ത്, അതുപോലെ തന്നെ പാർട്ടിസിപ്പേഷൻ ഓഫ് ദി റെസറക്ഷൻ ഓഫ് അവർ ലോർഡ്. അപ്പൊ ഈ 3 തിയോളജിക്കൽ വേദശാസ്ത്രപരമായ ആശയം വിശുദ്ധ മാമോദീസയെ കുറിച്ചുണ്ട്. ആ ആശയത്തിൽ പഴയ നിയമ സംഭവങ്ങളിൽ പ്രത്യേകിച്ച് സൃഷ്ടിപ്പിന്റെ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നത്. നോഹയുടെ കാലഘട്ടത്തിൽ പ്രളയത്തിൽ അല്ലെങ്കിൽ വെള്ളത്തിലൂടെ രക്ഷപ്പെടുന്നു, പെട്ടകത്തിൽ ജനം രക്ഷ പ്രാപിക്കുന്നു. അത് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള റെഫറൻസസ്. അതിനെ പത്രോസ് ശ്ലീഹ 1-ാം ലേഖനം 3-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ വിശദീകരിക്കുന്നു. ഏറ്റവും ശക്തമായ ബിബ്ലിക്കൽ ഇന്റർപ്രിട്ടേഷനും വേദശാസ്ത്ര വിശകലനവും ചെങ്കടൽ കടക്കുന്നതാണ്. അത് എക്സോഡസ് 14-ാം അധ്യായമാണ്. അതിന്റെ വ്യാഖ്യാനം നൽകുന്നത് ചെങ്കടൽ കടന്നത് മാമോദീസയുടെ മുൻകുറിയായിട്ട് പറയുന്നത് ധന്യനായ പൗലോസ് അപ്പോസ്തലനാണ്. 1-ാം കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ. അതുപോലെ പ്രധാനപ്പെട്ട സംഭവമാണ് മോശയുടെ മരണശേഷം യോശുവയുടെ നേതൃത്വത്തിൽ ഈ യോശുവയാണ് സിറിയക് ഫാദേഴ്സ് ഏറ്റവും അധികം കോട്ട് ചെയ്യുന്നത്.
യേശുക്രിസ്തുവിന്റെ ഒരു ടിപ്പോളജിക്കൽ റെഫറൻസ് ഇമേജ് യോശുവയിലാണ് കാണുന്നത്. കാരണം മോശ ജനത്തെ വഴി നടത്തിയെങ്കിലും കനാൻ നാട്ടിൽ, വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ചില്ല. എന്നാൽ യോശുവ ചെങ്കടൽ കടന്നു, മിസ്രൈമെ അടിമത്തത്തിൽ നിന്ന് ജനത്തിനോട് കൂടെ ചെങ്കടൽ കടന്നു. അതിനുശേഷം യെരിഹോ പട്ടണം പിടിച്ച് ജനത്തെ വാഗ്ദത്ത നാട്ടിൽ എത്തിച്ചു. അതുകൊണ്ട് റിയൽ റിപ്ലിക്ക ഓഫ് ജീസസ് ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ് ഈസ് ജോഷുവ. അത് യഥാർത്ഥത്തിൽ നമ്മുടെ പിതാക്കന്മാർ, പ്രത്യേകിച്ച് അബ്രഹാത്തിന്റെ പ്രസംഗങ്ങളിൽ അദ്ദേഹം വളരെ വിശദമായി വ്യാഖ്യാനിക്കുന്നുണ്ട്. അതുകൊണ്ട് ക്രോസിംഗ് ഓഫ് ജോർദാൻ, യോശുവയുടെ പുസ്തകം 3-4 അധ്യായങ്ങൾ, അത് എൻട്രി ഇൻ ടു ദി പ്രോമിസ്ഡ് ലാൻഡ് ത്രൂ ദി വാട്ടർ, ഇമേജ് ഓഫ് ന്യൂ ലൈഫ്, ഇറ്റേണൽ ന്യൂ ലൈഫ്, നിത്യമായ പുതിയ ജീവിതത്തെ കുറിച്ചുള്ള സൂചനയാണ്. അവിടെ തന്നെ മനോഹരമായ ഒരു വാക്യം നമ്മുടെ പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. അവർ യോർദാനിൽ നിന്നു എന്ന് പറയുമ്പോൾ that is actually the experience of baptism through our whole life. ജീവിതം മുഴുവൻ മാമോദീസയുടെ അനുഭവത്തെ കുറിച്ച് വിവരിക്കുന്നു. അതുപോലെ തന്നെ വിവരിക്കുന്ന മറ്റൊരു സംഭവമാണ് കുഷ്ഠരോഗിയായ നയമാൻ, അദ്ദേഹത്തിന്റെ ശുദ്ധീകരണം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം chapter 5 verse 10-14, cleansed by washing in Jordan. യോർദാനിലെ കുളിയിലൂടെ അവൻ ശുദ്ധീകരിക്കപ്പെട്ടു. അത് വിശുദ്ധ മാമോദീസയുടെ മുൻകുറിയായി പിതാക്കന്മാർ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ പ്രോഫറ്റിക് പ്രോമിസസ് ഓഫ് ക്ലെൻസിങ്, പ്രവാചകന്മാർ നൽകുന്ന ശുദ്ധീകരണത്തെ കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ. ബുക്ക് ഓഫ് എസേക്കിയേൽ ചാപ്റ്റർ 36 വേഴ്സസ് 25-27, അവിടെ പറയുന്നു, ഐ വിൽ സ്പ്രിങ്കിൾ ക്ലീൻ വാട്ടർ അപ്പോൺ യു, ഐ വിൽ ഗീവ് യു എ ന്യൂ ഹാർട്ട്. നിനക്ക് ഞാൻ പുതിയ ഹൃദയം നൽകും, അതുപോലെ തന്നെ വിശുദ്ധമായ വെള്ളം നിന്റെ മേൽ തളിക്കും. അത് മാമോദീസയെ കുറിച്ചുള്ള പ്രവചനമായി പിതാക്കന്മാർ പഠിപ്പിക്കുന്നു. ആ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ബുക്ക് ഓഫ് എസേക്കിയേൽ ചാപ്റ്റർ 36 വേഴ്സ് 25-27. അതുപോലെ തന്നെ മറ്റൊരു പ്രയോഗമാണ് ഫൗണ്ടൻ ഓഫ് പ്യൂരിഫിക്കേഷൻ. സക്കറിയ പ്രവചനം, ബുക്ക് ഓഫ് പ്രോഫറ്റ് സക്കറിയ ചാപ്റ്റർ 13 വേഴ്സ് 1, ഫൗണ്ടൻ ഓപ്പൺ ഫോർ ക്ലെൻസിങ് ഫ്രം സിൻ. പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ഒരു ഫൗണ്ടൻ ഉദിക്കുമെന്ന്, അല്ലെങ്കിൽ മനോഹരമായി വെള്ളത്തിന്റെ ഉദയം ഉണ്ടാകുമെന്ന് സക്കറിയ പ്രവാചകൻ പ്രവചിക്കുന്നു. ഞാൻ ഈ പറഞ്ഞതിന്റെ ഒരു ചുരുക്കം വളരെ പെട്ടെന്ന് പറയട്ടെ. പഴയ നിയമത്തിൽ ഹോളി ബാപ്റ്റിസം എന്ന വാക്കില്ല, അതുപോലെ തന്നെ നേരിട്ടില്ല എന്ന് മാത്രം. അതുപോലെ തന്നെ ക്രിസ്ത്യൻ ബാപ്റ്റിസത്തെ കുറിച്ചുള്ള സൂചനകൾ പഴയ നിയമത്തിൽ ഇല്ല, അത് ആദ്യം ഓർത്തോണം. എന്നാൽ പഴയ നിയമ സംഭവങ്ങൾ, പഴയ നിയമ ആരാധന ക്രമീകരണങ്ങൾ, ഇതെല്ലാം വിശുദ്ധ മാമോദീസയുടെ മുൻകുറിയായിട്ട്, ടൈപ്സ് ആയിട്ട്, ടിപ്പോളജീസ് ആയിട്ട് അപ്പോസ്തോലന്മാരും പിതാക്കന്മാരും വ്യാഖ്യാനിച്ചിരുന്നു. അത് ചുരുക്കി പറഞ്ഞാൽ 4 രീതികളിൽ. ഒന്ന്, റിച്വൽ പ്യൂരിറ്റി, ഒരാരാധനയിലെ ശുദ്ധീകരണത്തിന്റെ ഭാഗമായി കൈ കഴുകുക, വെള്ളം കൊണ്ട് തുടയ്ക്കുക, വെള്ളം കൊണ്ട് കഴുകുക എന്ന പാരമ്പര്യം ഉണ്ടായിരുന്നു. രണ്ടാമത്, പ്രിപ്പറേഷൻ ഫോർ വർഷിപ്പ്, ഒരാരാധനയുടെ ഒരുക്കത്തിന്റെ ഭാഗമായി ഈ വാഷിംഗ് സൂചിപ്പിക്കുന്നുണ്ട്. ഇതിനേക്കാളും ഒക്കെ പ്രധാനപ്പെട്ട മറ്റൊരു പാരമ്പര്യം, ആ പാരമ്പര്യം പഴയ നിയമത്തിൽ ഇല്ല, എന്നാൽ പഴയ നിയമ വ്യാഖ്യാനങ്ങളായ തൽമൂദിലും മിഷ്നയിലും ഉണ്ട്. ഞാനിത് പഠന രീതികളിൽ താല്പര്യമുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അതെന്താന്ന് ചോദിച്ചാൽ, ഈ 2-ാം ദേവാലയം, ബാബിലോണ്യ പ്രവാസത്തിന് ശേഷം പണിയപ്പെട്ട 2-ാം ദേവാലയ കാലഘട്ടം, അതിനാണ് സെക്കൻഡ് ടെമ്പിൾ ഏജ് എന്ന് പറയും. ആ കാലഘട്ടത്തിൽ പ്രോസലൈറ്റ് ബാപ്റ്റിസം എന്നൊന്ന് നിലനിന്നിരുന്നു. പ്രോസലൈറ്റ് ബാപ്റ്റിസം എന്ന് പറഞ്ഞാൽ വിജാതീയരിൽ നിന്ന് ആളുകൾ യഹൂദമതം സ്വീകരിക്കുമ്പോൾ 3 പ്രമാണങ്ങൾ യഹൂദ മിഷ്ന പാരമ്പര്യത്തിൽ, തൽമൂദ് പാരമ്പര്യത്തിൽ, വ്യാഖ്യാന പാരമ്പര്യത്തിൽ നിലനിന്നിരുന്നു. അതിൽ ഒന്നാമത്തേത്, ഒരു വിജാതീയൻ യഹൂദനാകണമെങ്കിൽ അവൻ തീർച്ചയായും സർക്കംസിഷൻ, പരിച്ഛേദന സ്വീകരിക്കണം. രണ്ടാമത്,
അവൻ ബലി ദേവാലയത്തിൽ അർപ്പിക്കണം. മൂന്നാമത് ഇമ്മേഴ്സൺ ഓർ കംപ്ലീറ്റ് ഇമ്മേഴ്സൺ ഇൻ വാട്ടർ, വെള്ളത്തിൽ പൂർണ്ണമായി മുങ്ങി. വെള്ളം തളിക്കുന്ന പാരമ്പര്യം പഴയ പ്രവാചകന്മാരുടെ പാരമ്പര്യത്തിലുണ്ട്. എന്നാൽ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി സ്നാനമേൽക്കണം എന്നൊരു പാരമ്പര്യം യഹൂദ മതത്തിൽ ജനിച്ചിട്ടില്ലാത്ത ജാതികൾ യഹൂദ മതത്തിലേക്ക് കടന്നു വരുമ്പോൾ നിർവഹിക്കണം എന്ന് യഹൂദ മത നിയമത്തിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അതിനെക്കുറിച്ചുള്ള വളരെ ഈ അടിസ്ഥാനപരമായ സൂചനകൾ വേദപുസ്തകത്തിലുണ്ട്. ഉൽപ്പത്തി പുസ്തകം 17:10 മുതൽ 14 വരെ അബ്രഹാമിന്റെ നിയമത്തിൽ ചേർക്കപ്പെടുമ്പോൾ സർക്കംസിഷനെ കുറിച്ച് പറയുന്നുണ്ട്. ആ സർക്കംസിഷനും മാമുദീസയുടെ സൂചനയായിട്ട് പ്രത്യേകിച്ച് പരിവർത്തിത ജാതികൾ യഹൂദ മതത്തിലേക്ക് വരുമ്പോഴുള്ള ഭാഗമായി സൂചിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ശുദ്ധീകരണ സ്നാനത്തെ കുറിച്ച് പുറപ്പാട് 19:10 ലേവ്യ പുസ്തകം 11 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളിലും സംഖ്യ പുസ്തകം 10-ാം അധ്യായത്തിലും പറയുന്നു. അതുപോലെയാണ് ഞാനിപ്പോ പറഞ്ഞ മൂന്നാമത്തെ പാരമ്പര്യം. യഹൂദ പരമ്പരാഗത ഗ്രന്ഥങ്ങളിൽ വ്യക്തമായ തെളിവുകൾ ഈ പ്രോസലൈറ്റ് ബാപ്റ്റിസത്തെ കുറിച്ച് നൽകുന്നുണ്ട്. മിഷ്ന അതിന്റെ യാവമോത്ത് 46a 48b ഇവിടെ മുമ്പ് ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ പരിച്ഛേദന, സാക്രിഫൈസ്, ഇമ്മേഴ്ഷൻ ഇൻ വാട്ടർ, ഈ 3 കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. ബാബിലോണ്യ തൽമൂദിലും ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ AD 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന യഹൂദ ചരിത്രകാരനായ ഫ്ലേവിയസ് ജോസീഫിയസിന്റെ വിശദീകരണത്തിലും ഈ പ്രോസലൈറ്റ് ബാപ്റ്റിസത്തെ കുറിച്ച് പറയുന്നുണ്ട്. അലക്സാൻഡ്രിയയിലെ ഫിലോ യഹൂദ മതത്തിലേക്ക് മാറുന്ന അന്യജാതിക്കാരെ കുറിച്ച് പറയുമ്പോഴും ഓൺ ദി വെർച്യൂസ് എന്ന ഫിലോയുടെ ബുക്കിൽ ഇതിനെക്കുറിച്ച് സൂചനയുണ്ട്. അതുപോലെ തന്നെ ഈ മിക്കവേ എന്ന് പറയുന്ന അത് റിച്വൽ ഇമ്മേഷനെ കുറിച്ച് പുരാവസ്തു തെളിവുകൾ യഥാർത്ഥത്തിൽ പഴയ നിയമത്തിൻ്റെതായി ലഭിച്ചിട്ടുണ്ട്. പുതിയ നിയമവുമായിട്ടുള്ള ബന്ധം, പഴയ നിയമത്തിലെ ഈ സ്നാനത്തിന്റെ പശ്ചാത്തലമാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സ്നാപക യോഹന്നാൻ, പ്രത്യേകിച്ച് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ റിപ്പൻഡൻസ് പ്ലസ് ഇമ്മേഴ്സൺ, അത് യഹൂദ പാരമ്പര്യത്തിലെ പിന്തുടർച്ചയായിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ജൂവിഷ് ഈ വാഷിംഗ് അല്ലെങ്കിൽ റിച്വൽ വാഷിങ്ങിനെ കുറിച്ച് ഉപയോഗിച്ചിരിക്കുന്നത് ബാപ്റ്റിസ്മിയോൺ എന്ന വാക്കാണ്. അത് എബ്രായ ലേഖനം 6-ാം അധ്യായം 2-ാം വാക്യത്തിൽ അത് വീണ്ടും ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പത്രോസ്ലിഹായുടെ പെന്തിക്കോസ്തിക്ക് ശേഷമുള്ള പ്രസംഗം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 38-ാം വാക്യത്തിലും പണ്ഡിതന്മാരുടെ വിലയിരുത്തലിൽ ഈ യഹൂദ പാരമ്പര്യം കാണാം. കൺവേർഷൻ, ബാപ്റ്റിസം ആൻഡ് റിസപ്ഷൻ ഓഫ് ദി ഹോളി സ്പിരിറ്റ്. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു നമ്മുടെ ക്രിസ്തീയ മാമോദീസായുടെ ഒരു ഉറവിടം, ബാക്ക്ഗ്രൗണ്ട്, പശ്ചാത്തലം, ഇതിനെക്കുറിച്ച് ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിൽ കാണുന്നത് നല്ലതാണ്. ഒന്നാമത് ഞാനത് വീണ്ടും ഒരു സംഗ്രഹമായിട്ട് പറയാം. പഴയ നിയമത്തിൽ പ്യൂരിഫിക്കേഷൻ വാഷിങ്സ് എന്ന് വെച്ചാൽ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള കഴുകൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അഹറോനെയും മക്കളെയും ശുദ്ധീകരിക്കുമ്പോഴും, അതുപോലെ തന്നെ പാളയത്തിൽ വിശ്വാസികൾ അവർ ഒരുമിച്ച് കൂടുമ്പോൾ അവർക്ക് അശുദ്ധി സംഭവിച്ചാൽ ശുദ്ധീകരണത്തിലുള്ള കുളിയെ കുറിച്ചുമൊക്കെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വിവരിക്കുന്നു. പ്യൂരിഫിക്കേഷൻ വാഷിങ്സ് ബാപ്റ്റിസത്തിന്റെ ഒരു പശ്ചാത്തലമാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞത് മിഷ്നായിലും തൽമൂദിലും പറയുന്ന പ്രോസലൈറ്റ് ബാപ്റ്റിസം, അതിനകത്തെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ സാക്രിഫൈസ്, സർക്കംസിഷൻ ആൻഡ് ഇമ്മേഷൻ ഇൻ ദി വാട്ടർ. ജോസീഫിയസും അതുപോലെ തന്നെ ഫിലോയും കൺവേർഷൻ ഇൻ ടു ജൂഡയിസം വിശദീകരിക്കുമ്പോൾ ഇത് സൂചിപ്പിക്കുന്നു. മിക്വേ ഇമ്മേഷൻ പൂൾസിനെ കുറിച്ച് ആർക്കിയോളജിക്കൽ എവിഡൻസസ് ഉണ്ട്. ന്യൂ ടെസ്റ്റമെന്റിൽ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ
ബാപ്റ്റിസത്തെ കുറിച്ച് വിശദീകരിക്കുന്ന ക്രമീകരണങ്ങളും ഉണ്ട്. ഞാൻ ഇതിനോട് ചേർത്ത് തന്നെ കുമ്രാൻ പ്രാക്ടീസസ്, എസ്പെഷ്യലി എസീൻസ്, യോഹന്നാൻ സ്നാപകൻ ഉൾപ്പെടുന്ന സമൂഹം, അവരെ മാമോദീസായെ കുറിച്ച് അല്ലെങ്കിൽ ബാപ്റ്റിസത്തെ കുറിച്ച്, സ്നാനത്തെ കുറിച്ച് വളരെ വ്യക്തമായി സൂചിപ്പിച്ചിരുന്നു. മാനസാന്തരപ്പെടുവാൻ, ആ മാനസാന്തരത്തിന്റെ ഒരു പ്രത്യക്ഷ പ്രവൃത്തിയായിട്ട് വിശുദ്ധ മാമോദീസായെ സൂചിപ്പിച്ചു. അത് യോഹന്നാന്റെ മാമോദീസായാണ്. വിശുദ്ധ മത്തായി സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ, മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 4-ാം വാക്യം, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 25 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. 4 സുവിശേഷങ്ങളിലും ഈ യഹൂദ പാരമ്പര്യത്തിൽ നിലനിന്ന, ഞാൻ പറഞ്ഞിടത്തോളം, ശുദ്ധീകരണ കഴുകൽ, പ്രോസ്ലൈറ്റ് ബാപ്റ്റിസം, മാനസാന്തരത്തിന്റെ അനുഭവം സൂചിപ്പിക്കുന്ന പ്രവൃത്തിയായി ഈ വിശുദ്ധ മാമോദീസയെ കുറിച്ചുള്ള പ്രതിപാദനങ്ങൾ വ്യക്തമായി കൊടുക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ, ഞാൻ ഇത്രയും പറഞ്ഞിടത്തോളം കാര്യങ്ങൾ ഏകദേശം മാമോദീസയുടെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കാൻ ഓർമ്മിപ്പിച്ചു. അല്ലാതെ പൊടുന്നനവേ പുതിയ നിയമസഭയിൽ ഉരുത്തിരിഞ്ഞ ഒരു ശുശ്രൂഷയായി, കൂദാശയായി മാത്രം മാമോദീസയെ കാണരുത്. മാമോദീസയ്ക്ക് ഒരു സെമറ്റിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. യഹൂദ മതത്തിന്റെ നല്ലൊരു പശ്ചാത്തലം മാമോദീസ എന്ന വിശുദ്ധ കൂദാശയ്ക്കുണ്ട്. അതിലെ ഏറ്റവും മനോഹരമായ ക്രിസ്തീയ വേദശാസ്ത്രം എന്ന് പറയുന്നത് പഴയ നിയമ സംഭവങ്ങളെ മാമോദീസയുടെ മുൻകുറിയായി അപ്പോസ്തോലന്മാരും സഭാപിതാക്കന്മാരും വ്യാഖ്യാനിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സൃഷ്ടിപ്പിൽ ആത്മാവിന്റെ പരിവർത്തനം, വെള്ളത്തിന്മേലുള്ള പരിവർത്തനം, ചെങ്കടൽ കടന്നത്, യോർദാൻ കടന്നത്, അതുപോലെ തന്നെ നയമാൻ യോർദാനിൽ കുളിച്ചത്, ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ പിതാക്കന്മാരുടെ പഠിപ്പിക്കലുകളിൽ മാമോദീസ വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനമായി അവർ സ്വീകരിച്ചു. അപ്പോസ്തോലിക പഠിപ്പിക്കലും അത് തന്നെയാണ്. അതോടൊപ്പം തന്നെ പ്രവാചകന്മാർ ഈ മാമോദീസയെ കുറിച്ച് നൽകിയ നല്ല സൂചനകൾ, വെള്ളം പുതു ജീവന്റെ നല്ല പ്രതീകമായി പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ, ഞാൻ ഓർമ്മിപ്പിച്ച പോലെ സക്കറിയ പ്രവചനത്തിലും അതുപോലെ തന്നെ യെഹെസ്കേൽ പ്രവചനത്തിലുമുണ്ട്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളെ മാമോദീസയുടെ പശ്ചാത്തലത്തെ കുറിച്ച് പഠിക്കുക. ഒന്നുകൂടെ പറയുന്നു, റീബർത്ത് ഓർ റെസ്റ്റോറേഷൻ, റീജനറേഷൻ, റീബർത്ത്, അതുപോലെ തന്നെ പാർട്ടിസിപ്പേഷൻ ഇൻ ദി റെസറക്ഷൻ ഓഫ് അവർ ലോർഡ്. ഇതാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ മാമോദീസയുടെ വേദശാസ്ത്ര വിശകലനം. വൺസ് അഗൈൻ, ഇപ്പൊ പറഞ്ഞതിൽ എന്തോ ഒരു ഓർഡർ തെറ്റിപ്പോയി തോന്നി. റിഡംഷൻ അല്ലെങ്കിൽ വിമോചനം, പാപത്തിൽ നിന്നുള്ള വിമോചനം, വീണ്ടെടുപ്പ്, വിശുദ്ധ മാമോദീസയുടെ ഏറ്റവും ശ്രേഷ്ഠമായ അർത്ഥം. രണ്ടാമത്തേത് റീജനറേഷൻ, റിഡംഷൻ, റീജനറേഷൻ. റീജനറേഷൻ ഈസ് റീബർത്ത്, റിഡംഷൻ ഈസ് റെസ്റ്റോറേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദി റെസറക്ഷൻ ഓഫ് അവർ ലോർഡ്. ഇതാണ് പുതിയ നിയമസഭ വിശുദ്ധ മാമോദീസയെ വേദശാസ്ത്രപരമായി വ്യാഖ്യാനിച്ച 3 കാഴ്ചപ്പാടുകൾ. ഇനിയും ഞാൻ ഈ ക്ലാസ്സിന്റെ 2ാം ഭാഗത്തേക്ക് വരുന്നു. ആദ്യ ഭാഗം വിശദീകരണത്തിൽ പൂർണ്ണമല്ല, പഠനത്തിനൊരു മുഖാന്തരം നൽകി എന്ന് മാത്രം. രണ്ടാമത് ഇനി ഞാൻ പറയാൻ പോകുന്നത് പുതിയ നിയമത്തിൽ വിശുദ്ധ മാമോദീസയെ കുറിച്ച് നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട സന്ദേഹങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ പഠനത്തിൽ നമ്മളെ വിഷമിപ്പിക്കുന്ന ചില വാക്യങ്ങൾ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശുദ്ധ മാമോദീസയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം കേട്ടിട്ടുള്ള ഒരു വാക്യമാണിത്. ഈ വാക്യത്തിന്റെ പശ്ചാത്തലത്തിൽ നന്നേ ചെറുപ്പത്തിൽ 52-ഓ 56-ഓ ദിവസം പ്രായമുള്ളപ്പം മാമോദീസ സ്വീകരിച്ച നമ്മൾ വിശ്വസിച്ചിട്ടാണോ മാമോദീസ സ്വീകരിച്ചത്, വേദപുസ്തകം പഠിപ്പിക്കുന്നതിനെതിരല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മളെ വീണ്ടും മാമോദീസ മുക്കാനായിട്ടുള്ള പരിശ്രമങ്ങൾ ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പിൽ നടക്കും. അവരെടുത്തിരിക്കുന്ന അടിസ്ഥാന വാക്യം മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യമാണ്. അതോടൊപ്പം തന്നെ അവരെടുത്തിരിക്കുന്ന മറ്റൊരു വാക്യം റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം.
യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പൊ രക്ഷിക്കപ്പെടണമെങ്കിൽ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയണം, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ഇതൊക്കെ ഒരു കൊച്ചു കുഞ്ഞിന് സാധിക്കുമോ എന്ന് ചോദിച്ച് നമ്മളെ പലപ്പോഴും നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന വളരെ വളരെ പ്രസക്തമായ ചോദ്യം ചോദിച്ച് നമ്മുടെ വിശ്വാസത്തെ വല്ലാതെ സന്ദേഹിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വളരെ ചുരുക്കി ഈ 2 വേദവാക്യത്തെ കുറിച്ച് ഒന്ന് പറയട്ടെ. ഒന്നാമത് നിങ്ങൾ ഓർക്കുക, വിശുദ്ധ മാമോദീസ അത് യേശു ക്രിസ്തു സ്ഥാപിച്ചു. അതാണ് നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. വിശുദ്ധ മാമോദീസ പഴയ നിയമ പാരമ്പര്യത്തിൽ മാമോദീസയുടെ പല മുൻകുറികളും ഉണ്ടായിരുന്നു. അത് പുതിയ നിയമസഭയിൽ ക്രിസ്തു മുഖാന്തരം പൂർത്തീകരിക്കപ്പെട്ടു. നമ്മുടെ വ്യാഖ്യാനം അതാണ്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ ബ്രാക്കറ്റ് കിടക്കുന്നതായിട്ട് കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും ബഹുഭൂരിപക്ഷം പേരും കേട്ടിട്ടുണ്ട്, പഠിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. മർക്കോസിന്റെ സുവിശേഷത്തിന്റെ ആദ്യ കൃതിയിൽ, മാനുസ്ക്രിപ്റ്റിൽ ഈ 9 മുതൽ 16 മുൻപോട്ടുള്ള വാക്യങ്ങൾ കാണുന്നില്ല. അത് പിന്നീട് ചേർക്കപ്പെട്ടതായിട്ടാണ് പറയുന്നത്. ഈ പ്രമാണം മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യത്തിലെ പ്രമാണം പിന്നീട് ചേർക്കപ്പെട്ടതാണെങ്കിലും അതിനെക്കുറിച്ച് വ്യക്തമായി പറയുമ്പോൾ അത് സഭയിലേക്ക് ചേർക്കപ്പെടുന്ന പുതുതായിട്ടുള്ള വിശ്വാസികളെ കുറിച്ചുള്ള പ്രമാണമാണ്. ഒന്നുകൂടെ ഞാൻ പറയുന്നു, സഭയിലേക്ക് ചേർക്കപ്പെടുന്ന പുതുതായിട്ടുള്ള ആളുകളെ കുറിച്ചുള്ള പ്രമാണമാണ്. റോമാലേഖനം 10-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിന്റെയും പശ്ചാത്തലം പഠിക്കുമ്പോൾ റോമാലേഖനം 1-ാം അധ്യായം മുതൽ 10-ാം അധ്യായം വരെ ഉള്ളത് അവിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രമാണമാണ്. അപ്പൊ ഈ 2 വാക്യങ്ങൾ, മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യവും റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യവും പൊതുവെ പറഞ്ഞാൽ അവിശ്വാസികൾക്കുള്ള പ്രമാണമാണ്. അവിശ്വാസികൾക്കുള്ള പ്രമാണം എന്ന് വെച്ചാൽ ക്രിസ്തുവിന്റെ സുവിശേഷം സ്വീകരിച്ച് ക്രിസ്ത്യാനിയായി തീരുവാൻ വരുന്നവർക്കുള്ള പ്രമാണം. എന്നാൽ യഥാർത്ഥത്തിൽ അപ്പോസ്തോലിക സഭയുടെ പാരമ്പര്യം സഭയായി വിശുദ്ധ മാമോദീസായെ കുറിച്ചുള്ള പഠിപ്പിക്കലെ അപ്പോസ്തോലിക പാരമ്പര്യം വളരെ വ്യക്തമായി മറ്റ് സ്ഥലങ്ങളിൽ ഈ 2 വാക്യം അല്ലാതെ മറ്റ് സ്ഥലങ്ങളിൽ വിവരിക്കുന്നുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ. റോമാലേഖനം 1 മുതൽ 10 വരെയും മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങളും അവിശ്വാസികൾക്കുള്ള പ്രമാണമാണ്. അത് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒരു വാക്യം പറഞ്ഞു തരാം. റോമാലേഖനം 11-ാം അധ്യായം 1-ാം വാക്യം തുടങ്ങുന്നത് 1 മുതൽ 10 വരെയുള്ള അധ്യായങ്ങൾ അവിശ്വാസികൾക്കുള്ള പ്രമാണമാണെങ്കിൽ 11-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ 11-ാം അധ്യായം 1-ാം വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളും ഇല്ല. ഞാനും ഇസ്രായേല്യനല്ലോ, അബ്രഹാമിന്റെ സന്തതിയിൽ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവൻ തന്നെ. അപ്പൊ ലോ ഓഫ് ദി പീപ്പിൾ ഈസ് ഡിസ്ക്രൈബ്ഡ് ത്രൂ ചാപ്റ്റർ 11 ഓൺവേഴ്സ്. അത് മനസ്സിലിരിക്കണം. ഇത് വളരെ വ്യക്തമായി മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യത്തെ കുറിച്ചും റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യത്തെ കുറിച്ചുള്ള പശ്ചാത്തലം ഓർക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്താ പുതിയ നിയമസഭയുടെ മറ്റ് പഠിപ്പിക്കൽ? അത് വളരെ വ്യക്തമായി ലോ ഫോർ ദി പീപ്പിൾ ഓഫ് ദി ഗോഡ്, ദൈവജനത്തിനുള്ള പ്രമാണം, അത് ഏറ്റവും അധികം അതിന്റെ ബേസിക് ആയിട്ട് കൊടുത്തിരിക്കുന്ന വാക്യം അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 38-ാം വാക്യമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 38-ാം വാക്യം. ഞാൻ സമയപരിമിതി കൊണ്ട് പെട്ടെന്നൊരു വാക്ക് അത് പറയാൻ മറന്നു പോകരുത്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയാം. വേദപുസ്തകത്തിൽ ഒരിടത്തും ശിശുക്കൾക്ക് സ്നാനം നൽകരുതെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ, ഒരിടത്തും പറഞ്ഞിട്ടില്ല. അതേസമയം അനവധി സ്ഥലങ്ങളിൽ വിശുദ്ധ മാമോദീസ കുടുംബമായി നൽകുമ്പോൾ കുഞ്ഞുങ്ങളെ ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ച് അനവധി സന്ദർഭങ്ങളിൽ പറയുന്നുണ്ട്. ഞാൻ ഇപ്പൊ പറയുന്ന കാര്യം, ഈ കാര്യത്തിൽ നിന്ന് ഞാനൊന്ന് മാറി, സമയത്തിന്റെ പരിമിതി കൊണ്ട് പെട്ടെന്ന് പറയാം, കേൾക്കുക. വിശുദ്ധ മാമോദീസ അത് കുഞ്ഞുങ്ങൾക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ എന്നില്ല.
കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും വിശുദ്ധ മാമോദീസ നൽകുന്നു. നമ്മുടെ സഭയിലേക്ക് ഇപ്പം ഒരു മുതിർന്ന പ്രായപൂർത്തിയായ ഒരാൾ വന്നാൽ അവന് മാമോദീസ സ്വീകരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതേ കൂദാശയാണ് നൽകുന്നത്. അല്ല നീ പോയി കുഞ്ഞായിട്ട് വാ എന്ന് ദാറ്റ് ഐ മീൻസ് ചെറുതായാലേ ശിശുവായാലേ മാമോദീസ തരുമെന്നുള്ളതില്ല. സഭയിൽ മുതിർന്നവരുടെ സ്നാനവും ശിശുക്കളുടെ സ്നാനവും നിലനിൽക്കുന്നു. എന്നാൽ വിശ്വാസ സമൂഹത്തിൽ വിശുദ്ധ സ്നാനം, വിശുദ്ധ മാമോദീസ കുഞ്ഞുങ്ങൾക്കും നൽകിയിരുന്നു. ഒരിടത്ത് പോലും ദൈവാനുഗ്രഹത്തിൽ നിന്ന് കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തുന്നു എന്ന് വേദപുസ്തകം സൂചിപ്പിക്കുന്നില്ല. രണ്ടാമത്, ഒരു ശിശുവിനെ പരിശുദ്ധാത്മ അഭിഷേകവും നിത്യജീവനും പുത്രസ്വീകാര്യവും ഇത് മൂന്നും ഒരു ശിശുവിന് നൽകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ ചോദ്യം ചെയ്യുന്നത് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയാണ്. റിഡംഷൻ, റീജനറേഷൻ ആൻഡ് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ദ റിസറക്ഷൻ ഇൻ അവർ ലോർഡ്. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വീണ്ടെടുപ്പിനെയും ദൈവം നൽകിയ വീണ്ടും ജനനത്തെയും രക്ഷാകരമായ പുനരുത്ഥാനത്തിലുള്ള പങ്കുചേരലിലും ഒരു ശിശുവിനെ അനുവാദമില്ല എന്ന് വേദപുസ്തകം ഒരിക്കലും പഠിപ്പിക്കുന്നില്ല, സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം ചേർത്ത് പറയാം, പ്രോട്ടസ്റ്റാന്റിസത്തിന്റെ തുടക്കക്കാരനായ മാർട്ടിൻ ലൂതർ പോലും പറയുന്നില്ല. മാർട്ടിൻ ലൂതർ സപ്പോർട്ടഡ് ഇൻഫന്റ് ബാപ്റ്റിസം. പോട്ടെ, അത് ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പ്രധാനപ്പെട്ട 2 വാക്യങ്ങൾ പറഞ്ഞു വിശുദ്ധ മാമോദീസയ്ക്കെതിരായി പറയുന്നത്. ആ 2 വാക്യങ്ങൾ അതിന്റെ പശ്ചാത്തലം എന്താന്ന് സൂചിപ്പിച്ചു. ഇനി ഞാൻ നമ്മുടെ സഭയുടെ പാരമ്പര്യം, അതിന്റെ അടിസ്ഥാനം, വേദപുസ്തക അടിസ്ഥാനം എന്താണ്, അതാണ് മൂന്നാമതായിട്ട് പറയാൻ പോകുന്നത്. ഞാൻ വിശുദ്ധ മാമോദീസയെ കുറിച്ചുള്ള പഠനത്തിൽ നമ്മളെല്ലാവരും അടിസ്ഥാനമായി സ്വീകരിക്കേണ്ട വാക്യം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 38-ാം വാക്യമാണ്. ആ വാക്യം ശരിക്ക് പഠിച്ചാൽ, അതിന്റെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ വിശുദ്ധ മാമോദീസയുടെ ആഴമായ പഠിപ്പിക്കൽ നമുക്ക് മനസ്സിലാകും. പെന്തിക്കോസ്തയിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞ അപ്പോസ്തലന്മാരിൽ മൂപ്പനായ പരിശുദ്ധനായി പത്രോസ്ലീഹ പ്രസംഗിക്കുന്നു. പത്രോസ്ലീഹയുടെ പ്രസംഗമാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം ഈ 30-ാമത്തെ വാക്യം മുതൽ വിവരിക്കുന്നു. 38-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ ക്രിസ്തുവിന്റെ നാമത്തിൽ മാമോദീസ സ്നാനമേൽപ്പീൻ. യഥാർത്ഥത്തിൽ ഇത് സഭയുടെ അടിസ്ഥാന പ്രമാണമായി ഈ പെന്തിക്കോസ്തി സഭയുടെ മാമോദീസയാണ്. സഭയുടെ മാമോദീസയാണ് പെന്തിക്കോസ്തി. പെന്തിക്കോസ്തിക്ക് ശേഷം പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അപ്പോസ്തലൻ ഉപദേശിക്കുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി. ഞാൻ ലിറ്റർജിയിലെ ഒരു പദം ചേർത്ത് പറയട്ടെ, കടങ്ങളുടെ പരിഹാരവും പാപമോചനവും. അതാണ് പൗരോഹിത്യ ശുശ്രൂഷ, അതാണ് മനുഷ്യാവതാര ധർമ്മം. യേശു ക്രിസ്തു ലോകത്തിന് നൽകിയത്. നമ്മുടെ മനസ്സിലെല്ലാം നിൽക്കുന്ന വലിയ ചാരിറ്റിയും പ്രസ്ഥാനവും ഒക്കെയാണ്, ഒന്നുമല്ല. ക്രിസ്തു ലോകത്തിന് നൽകിയത് കടങ്ങളുടെ പരിഹാരവും പാപമോചനവും. ആ കടങ്ങളുടെ പരിഹാരവും പാപമോചനവും ഈ ചരിത്ര ലോകത്തിൽ മനുഷ്യാവതാര മഹനീയ ശുശ്രൂഷ ഈ ചരിത്ര ലോകത്തിൽ ഇന്ന് നിർവഹിക്കുന്നു പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ. എന്താ പുരോഹിതൻ ചെയ്യുന്നത്? കടങ്ങളുടെ പരിഹാരവും പാപമോചനവും. അതിന് നമ്മെ യോഗ്യമാക്കുന്ന പ്രഥമ കൂദാശയാണ് വിശുദ്ധ മാമോദീസ. അതാണ് വീണ്ടും ആവർത്തിക്കുന്നു, റിഡംഷൻ, റീജനറേഷൻ, മെന്തറീഷ്. എത്ര ഭംഗിയാ! വീണ്ടും ജനനം, വീണ്ടും ജനനം. അതുപോലെ തന്നെ വീണ്ടെടുപ്പ്, വിശുദ്ധ ഉയർപ്പിലുള്ള, കർത്താവിന്റെ ഉയർപ്പിലുള്ള പങ്കാളിത്തം. അതുകൊണ്ടാണ് പത്രോസ് പ്രസംഗിച്ചത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനയേൽപ്പീൻ. സ്നാനയേൽക്കുമ്പോൾ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അപ്പോൾ മാമോദീസയിലൂടെ 3 നൽവരങ്ങൾ: ദൈവമക്കൾ എന്ന അവകാശം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, നിത്യജീവൻ. ഇത് അപ്പോസ്തോലിക പഠിപ്പിക്കലാണ്, അപ്പോസ്തോലിക പഠിപ്പിക്കലാണ്. ഒരുവൻ, അതുകൊണ്ടാണ് ധന്യനായ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായത് അമർത്യതയും ധരിക്കണം. ദ്രവത്വമുള്ളത് നമ്മുടെ ശരീരം, മർത്യമായത് മനുഷ്യവർഗം. ഇത് അമർത്യതയെ ധരിക്കണം.
ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായത് അമർത്യതയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. അതാണ് വിശുദ്ധ മാമോദീസയിലൂടെ നമുക്ക് ലഭിച്ചത്. നിത്യജീവനും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും പുത്രസ്വീകാര്യവും മക്കളെന്ന അവകാശവും. ഇനി 39-ാമത്തെ വാക്യം, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 39-ാം വാക്യം നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. വാഗ്ദത്തം എന്താണ്? മാമോദീസയിലൂടെ ലഭിക്കുന്ന പരിശുദ്ധാത്മാവാണ് വാഗ്ദത്തം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. പത്രോസ് പറയുന്നു, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും. എത്രയോ വ്യക്തം. ഇനി ഒരു സംശയവും ഇതിലുണ്ടാകണ്ട. നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും. അതാണ് വിശ്വാസികൾക്കുള്ള പ്രമാണം. നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ. അതുകൊണ്ട് പരിശുദ്ധാത്മ അഭിഷേകത്തിൽ നിന്നും നിത്യജീവന്റെ അവകാശത്തിൽ നിന്നും ദൈവമക്കളെന്ന ആ ദൈവിക വിളിയിൽ നിന്നും ഒരിക്കലും കുഞ്ഞുങ്ങളെ, വിശ്വാസികളുടെ കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തുന്നില്ല. അതുകൊണ്ടാണ് വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും. ആ മക്കൾ എന്ന പദപ്രയോഗം സുറിയാനിയിലും ഗ്രീക്കിലും എല്ലാം കൊച്ചു കുഞ്ഞുങ്ങൾ, ഇൻഫൻസ് എന്ന അതേ അർത്ഥത്തിൽ തന്നെ സൂചിപ്പിച്ചിരിക്കുന്നു. ഇതിനോട് ചേരുന്ന മറ്റ് അപ്പോസ്തോലിക പാരമ്പര്യം വിശദീകരിക്കുന്ന വാക്യങ്ങൾ പെട്ടെന്ന് ഇച്ചിരി കാര്യങ്ങൾ പറയട്ടോടുകൂടിയ പെട്ടെന്ന് പറയുകയാണ്. 1 കൊരിന്ത്യർ 7:14, അധ്യായം 7 വാക്യം 14. അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെടും, അവിശ്വാസിയായ ഭാര്യ സഹോദരൻ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടും ഇരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധർ എന്ന് വരും, ഇപ്പോഴും അവർ വിശുദ്ധരാകുന്നു. എത്ര ഭംഗിയായിട്ട് പറയുന്നു. അതുപോലെ തന്നെ അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം 31-ാം വാക്യം, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, കാരാഗ്രഹ പ്രമാണിയോട് പറയുന്നതാണ്. എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഞാൻ ഈ കാര്യം ഒന്ന് ചുരുക്കി പറയട്ടെ. 3-ാം ഭാഗം ചുരുക്കി പറയുന്നു. 1-ാം ഭാഗം പറഞ്ഞത് ബാപ്റ്റിസത്തിന്റെ യഹൂദ പശ്ചാത്തലം ഉണ്ട്, അത് വ്യക്തമായി ഓർക്കണം. 2-ാം ഭാഗം പറഞ്ഞത് ബാപ്റ്റിസത്തിനെതിരായി പറയുന്ന ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പുകൾ പറയുന്ന 2 വാക്യങ്ങൾ, മർക്കോസ് 16:16, റോമാലേഖനം 10:9. അതിന്റെ പശ്ചാത്തലം ഞാൻ 2-ാം ഭാഗത്ത് പറഞ്ഞു. 3-ാം ഭാഗം അപ്പോസ്തോലിക സഭയുടെ പഠിപ്പിക്കൽ, അതിന്റെ അടിസ്ഥാന വാക്യം പ്രവർത്തികൾ, അപ്പോസ്തല പ്രവർത്തികൾ 2:38-39. ഇനി ഇത് ഒന്ന് സംക്ഷേപിച്ച് നിങ്ങളോട് പറയാം. 1, ബൈബിളിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ മാമോദീസയെ കുറിച്ച് 2 പാരമ്പര്യങ്ങൾ പറയുന്നുണ്ട്. 1, ആദ്യം സ്നാനം, പിന്നീട് വിശ്വാസം അല്ലെങ്കിൽ പഠനം. 2-ാമത്തെ ക്രമം പഠനം അല്ലെങ്കിൽ വിശ്വാസം, അതിനുശേഷം സ്നാനം. ഇത് 2 ക്രമങ്ങളായി പറയുന്നു. ഈ 2 ക്രമങ്ങളുടെ പശ്ചാത്തലം ഞാൻ ഒന്നുകൂടെ പറയുന്നു. സ്നാനവും അതിനുശേഷം പഠനവും, ബാപ്റ്റിസം ആൻഡ് ദെൻ ടീച്ചിങ്, അത് വിശ്വാസ സമൂഹത്തിനുള്ള പ്രമാണം. എന്നാൽ നോൺ ബിലീവേഴ്സിനുള്ള പ്രമാണം, ഫസ്റ്റ് ഓഫ് ഓൾ ദേ ഹാവ് ടു സ്റ്റഡി ദെൻ റിസീവ് ദ ബാപ്റ്റിസം. ഒന്നുകൂടെ പറയാം, ബാപ്റ്റിസം ആൻഡ് ദെൻ ടീച്ചിങ്, ദാറ്റ്സ് ഫോർ ദി ബിലീവേഴ്സ്, ദാറ്റ്സ് ഫോർ ദി ഫെയ്ത്ത്ഫുൾ കമ്മ്യൂണിറ്റി. ആൻഡ് സെക്കൻഡ് ഈസ് teaching or learning and then baptism, that is for non-believers. ഇത് ബാപ്റ്റിസം ആൻഡ് ടീച്ചിങ് എന്ന ട്രഡീഷൻ കാണുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിന്റ് മാത്യു ചാപ്റ്റർ 28 വേഴ്സ് 19 and 20. അത് ഏറ്റവും പ്രസിദ്ധമായ അപ്പോസ്തോലിക സ്നാനത്തെ കുറിച്ചുള്ള വിശദീകരണമാണ്. ഒന്നുകൂടെ പറയാം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-20 വാക്യങ്ങൾ. എല്ലാ ജാതികളെയും ശിഷ്യരാക്കി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവരെ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ച എല്ലാം അവരെ പഠിപ്പിക്കുവിൻ. അപ്പം സ്നാനം കഴിപ്പിച്ചതിന് ശേഷമാണ് പഠിപ്പിക്കൽ. അതാണ് അപ്പോസ്തോലിക സഭയിൽ ഇന്നും തുടരുന്നത്. ആദ്യം സ്നാനം, തുടർന്ന് എല്ലാം പഠിപ്പിക്കുക. അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ ഇത് വളരെ വ്യക്തം. മാനസാന്തരപ്പെടുക, നിങ്ങൾ ഓരോരുത്തരും സ്നാനം സ്വീകരിക്കട്ടെ. 2-ാം അധ്യായം 42-ാം വാക്യത്തിൽ പറയുന്ന പിന്നീട് അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ സ്ഥിരതയോടെ നിന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ബാപ്റ്റിസം, ദെൻ ടീച്ചിങ്. ഈ ക്രമമാണ് ഇന്ന് സഭയിൽ നിലനിൽക്കുന്ന ക്രമം. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 33-34 വാക്യങ്ങളിൽ കാരാഗ്രഹ പ്രമാണി രാത്രിയിൽ തന്നെ സ്നാനം സ്വീകരിച്ചു, തുടർന്ന് വിശ്വാസ ജീവിതത്തിൽ
പരിശീലനവും പ്രാപിച്ചു. എന്നാൽ രണ്ടാം പാരമ്പര്യം ടീച്ചിങ് ആൻഡ് ബാപ്റ്റിസം, അത് മർക്കോസിന്റെ സുവിശേഷം 16 അധ്യായം 15-16 വാക്യങ്ങൾ, 15-16 വാക്യങ്ങൾ. സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ, വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും. അവിടെ പ്രസംഗവും പഠനവും. അതിൽ ആദ്യം വിശ്വസിക്കുക, വിശ്വാസത്തിന് ശേഷം സ്നാനം സ്വീകരിക്കുക. അവിടെ ആദ്യം പഠനം, വീണ്ടും രണ്ടാമതാണ് സ്നാനം. ഇത് തന്നെയാണ് എത്യോപ്യൻ ഷണ്ണന്റെ കാര്യത്തിലും ഇത് തന്നെയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 35 മുതൽ 38 വാക്യങ്ങളിൽ തിരുവെഴുത്ത് വിശദീകരിച്ചു കൊടുത്തു ഷണ്ണനെ. കാര്യമല്ല, അവിശ്വാസിയാണ്. വിശദീകരിച്ചു കൊടുത്തു. വിശ്വാസം ഉദിച്ചു കഴിഞ്ഞപ്പോൾ സ്നാനം നൽകി. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 44 മുതൽ 48 വാക്യങ്ങളിൽ കൊർന്നല്യോസിന്റെ ഭവനത്തെയും സ്നാനം കൊടുക്കുന്ന സമയത്ത് പത്രോസ് ആദ്യം പ്രസംഗിക്കുന്നു, പിന്നെ വിശ്വാസവും പരിശുദ്ധാത്മാവിലുള്ള പ്രവൃത്തിയും, തുടർന്ന് സ്നാനവും നൽകുന്നു. അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം 8-ാം വാക്യം, അവിടെ പൗലോസിന്റെ പ്രസംഗം ആളുകളെ കേൾക്കുന്നു, അതിനുശേഷം സ്നാനം സ്വീകരിക്കുന്നു. അപ്പം ഈ രണ്ട് പാരമ്പര്യങ്ങളും നിലനിൽക്കുന്നു. എന്താണ്? ആദ്യം സ്നാനം, പിന്നീട് പഠനം. ആദ്യം പഠനം, പിന്നീട് സ്നാനം. അതിൽ ആദ്യം സ്നാനം, പിന്നീട് പഠനം എന്നുള്ളതാണ് അപ്പോസ്തോലിക സഭയിൽ നിലനിന്ന വിശ്വാസ സമൂഹത്തിന്റെ പ്രമാണം. അതാണ് പിന്നീട് തുടർന്നത്. ഒന്നുകൂടെ ചുരുക്കി പറഞ്ഞാൽ, ആദിമ സഭയിൽ രണ്ട് രീതികൾ നിലനിന്നു. പുതിയ വിശ്വാസികൾ മിഷൻ സാഹചര്യങ്ങളിൽ അവിടെ അപ്പോസ്തലന്മാർ പഠിപ്പിക്കുകയും വിശ്വസിച്ചതിന് ശേഷം സ്നാനം നൽകുകയും ചെയ്തു. എന്നാൽ സഭാ സമൂഹത്തിനുള്ളിൽ അവിടെ കുടുംബങ്ങളും ശിശുക്കളും അവർ സ്നാനം സ്വീകരിക്കുന്നു. പിന്നീട് ജീവിത കാലഘട്ടത്തിൽ അവർ പഠനം നിർവഹിക്കുന്നു. ആ പാരമ്പര്യമാണ് നിലനിൽക്കുന്നത്. പിന്നീട് അപ്പോസ്തോലിക കാലഘട്ടത്തിന് ശേഷം അപ്പോസ്തോല പിതാക്കന്മാരും പൊതുസഭാ പാരമ്പര്യവും വന്നപ്പോൾ നിലനിന്നത് ഈ രണ്ട് പാരമ്പര്യങ്ങളും അപ്പോസ്തോലന്മാരുടെ കാലഘട്ടത്തിൽ നിലനിന്ന പഠനം, സ്നാനം, സ്നാനം, പഠനം എന്നീ പാരമ്പര്യങ്ങൾ മേർജ് ചെയ്യുന്നു. മേർജ് ചെയ്ത് ഒന്നായതാണ് ഇന്ന് സഭയിൽ നിലനിൽക്കുന്ന സ്നാനവും തുടർന്നുള്ള ക്രിസ്തീയ ജീവിതത്തെ കുറിച്ചുള്ള പഠനവും. അതിന് ഏറ്റവും മനോഹരം, ആ പാരമ്പര്യത്തിന്റെ തുടക്കം അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായി എന്നതിൻ്റെ നല്ല തെളിവാണ് എഫേസ്യ ലേഖനം 4-ാം അധ്യായം 5-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നു, ഒരേ കർത്താവ്, ഒരേ വിശ്വാസം, ഒരേ സ്നാനം. ഏക കർത്താവും ഏക വിശ്വാസവും ഏക മാമോദീസായും. ഞാൻ ഇനിയും 4-ാമത്തെ കാര്യത്തിലേക്ക് വരുന്നു. അത് അല്പം നമ്മുടെ ലിറ്റർജിയോട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിഷയം. മാമോദീസ യേശു ക്രിസ്തു സംസ്ഥാപിച്ചു. വേദപുസ്തകത്തിൽ യേശു ക്രിസ്തു മാമോദീസ സ്ഥാപിച്ചു എന്ന് പുതിയ നിയമത്തിൽ എഴുതിയിട്ടില്ല. എന്നാൽ പുതിയ നിയമ സംഭവത്തെ ഹൂ ഇൻസ്റ്റിറ്റ്യൂട്ട് ദ ഹോളി ബാപ്റ്റിസം എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബൈ ജീസസ് ഹിംസെൽഫ് എന്ന് വളരെ വ്യക്തമായി പിതാക്കന്മാർ പുതിയ നിയമ വ്യാഖ്യാനത്തിൽ നൽകുന്നു. അതിന്റെ സംഭവം എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ യോർദാൻ നദിയിൽ വെച്ച് യേശു ക്രിസ്തു യോഹന്നാൻ സ്നാപകനാൽ മാമോദീസ സ്വീകരിച്ചു. ഞാനിപ്പോ ആദ്യം പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. മാമോദീസായുടെ പഴയ നിയമ സൂചനകൾ. രണ്ടാമത്തേത് വിശുദ്ധ മാമോദീസ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് മാമോദീസ കൊടുക്കുന്ന നമ്മുടെ പാരമ്പര്യത്തെ എതിർത്തുകൊണ്ട് ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പ് പറയുന്ന രണ്ട് വാക്യങ്ങളും അതിന്റെ പശ്ചാത്തലവും. അപ്പോസ്തോലിക സഭ പഠിപ്പിച്ച രണ്ട് മാർഗങ്ങൾ, പഠനം, മാമോദീസ, മാമോദീസ, പഠനം എന്ന രണ്ട് മാർഗങ്ങൾ. ഈ പശ്ചാത്തലത്തിൽ ഇനി ഞാൻ പറയുന്ന ക്രിസ്തീയ മാമോദീസയുടെ തുടക്കം, അത് ഗൗരവമായി ചിന്തിക്കണം. അതാണ് ഈ പഠന ക്ലാസ്സിലെ 4-ാം ഭാഗം. ഇതെല്ലാം ഞാനീ പറഞ്ഞതെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ ഒരു ഉള്ളടക്കമേ ഉള്ളൂ. നിങ്ങൾ അതിനെക്കുറിച്ച് വിശദീകരിച്ച് പഠിക്കുക. നമുക്ക് മറ്റവസരങ്ങളിൽ കിട്ടുകയും ചെയ്യും. ഒന്നാമത്, നിത്യജീവനും പുത്രസ്വീകാര്യവും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവുമാണ് അപ്പോസ്തോലിക മാമോദീസയിലൂടെ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു എന്തിനാണ്
ഈ യോഹന്നാന്റെ അരികെ സ്നാനം സ്വീകരിക്കാൻ പോയത്. നിങ്ങൾ ശ്രദ്ധിച്ച്, യോഹന്നാനിൽ നിന്ന് ഈ 3 നൽവരങ്ങൾ യേശു ക്രിസ്തുവിന് ലഭിക്കേണ്ട ആവശ്യം ഇല്ല. അത് യോഹന്നാന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് യോഹന്നാൻ മാമോദീസ സ്വീകരിക്കാൻ വന്ന യേശുവിനോട് പറഞ്ഞു, ഞാൻ ചെയ്യത്തില്ല, ഞാൻ മാമോദീസ നിന്നെ മുക്കത്തില്ല, ഞാൻ നിന്നാൽ മാമോദീസ സ്വീകരിക്കേണ്ടവനാണ്. ഒന്നോട് ശ്രദ്ധിച്ചേ, നിത്യജീവൻ മാമോദീസയിലൂടെ പ്രാപിക്കേണ്ട ആവശ്യം നിത്യനായ ദൈവപുത്രൻ ഇല്ല. 2, പുത്രസ്വീകാര്യം മാമോദീസയിലൂടെ പ്രാപിക്കേണ്ട ആവശ്യം നിത്യനായ ദൈവപുത്രനില്ല. അപ്പൊ പിന്നെ എന്തിനാ മാമോദീസ സ്വീകരിച്ചത്? 3-ാമത്തെ തന്നെ, അവൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവായത് പരിശുദ്ധാത്മാവിനാലാണ്. കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം, ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വരും, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. അപ്പൊ അമ്മയുടെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിനാൽ ഉത്പാദിതമായ നിത്യനായ ദൈവപുത്രനെ വീണ്ടും ഒരു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ആവശ്യം മാമോദീസയിലൂടെ ഉണ്ടോ? ഇതാണ് പ്രധാന വിഷയം. ചിലര് പറയും കർത്താവിന് 30-ാമത്തെ വയസ്സിൽ കർത്താവ് മാമോദീസ സ്വീകരിച്ചു. 30-ാമത്തെ വയസ്സിൽ അങ്ങേർക്ക് യേശു ക്രിസ്തുവിന് നല്ല അക്കൗണ്ടബിലിറ്റി, കാര്യങ്ങളെ തിരിച്ചറിയാനുള്ള ശേഷി ഉണ്ടായിരുന്നു. അപ്പൊ 30-ാമത്തെ വയസ്സിൽ മാമോദീസ ഏറ്റു. 30-ാമത്തെ വയസ്സിൽ നമ്മൾ മാമോദീസ സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ കർത്താവ് 33-ാമത്തെ വയസ്സിൽ മരിച്ചു, നമ്മൾ 33-ാമത്തെ വയസ്സിൽ മരിക്കണം. തന്നെയുമല്ല, 30 വയസ്സ് വരെ യേശു ക്രിസ്തുവിന് പരിശുദ്ധാത്മാവ് ഇല്ലായിരുന്നു. അവിടെയെല്ലാം നിങ്ങൾ ഓർക്കണം, ക്രിസ്തുവിന്റെ മാമോദീസായും ക്രിസ്തീയ മാമോദീസായും ഒന്നല്ല, 2ആണ്. What I said, once again I would like to say, Christ baptism and Christian baptism are different. കർത്താവ് സ്വീകരിച്ച മാമോദീസ അല്ല നമ്മൾ സ്വീകരിക്കുന്ന മാമോദീസ. ഗുണത്തിന്റെ നൽവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന മാമോദീസയാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്. എന്താ കാരണം? യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ മാമോദീസ ക്രിസ്തീയ മാമോദീസയുടെ തുടക്കമായിരുന്നു. ജീസസ് ബാപ്റ്റിസം വാസ് ദി ബിഗിനിങ് ഓഫ് ക്രിസ്ത്യൻ ബാപ്റ്റിസം. എങ്ങനെ? യേശു ക്രിസ്തു മാമോദീസ മുങ്ങിയത് കർത്താവിന് നിത്യജീവൻ ലഭിക്കാനോ പുത്രജീവൻ ലഭിക്കാനോ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കാനോ അല്ല, മറിച്ച് കർത്താവിനോട് ചേരുവാൻ മാമോദീസ സ്വീകരിക്കുന്ന നമുക്ക് വിശ്വാസികൾക്ക് പരിശുദ്ധാത്മ അഭിഷേകവും നിത്യജീവനും പുത്രസ്വീകാരവും ലഭിക്കുവാൻ വേണ്ടി കർത്താവ് യോർദാൻ നദിയിൽ മാനസാന്തര സ്നാനം സ്വീകരിച്ച് പുതിയ നിയമസഭയുടെ ക്രൈസ്തവ മാമോദീസ ആരംഭിച്ചു. അതെങ്ങനെയാ? അതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. യേശു ക്രിസ്തുവിന്റെ ശിരസിൽ യോഹന്നാൻ കൈവച്ചു. സത്യത്തിൽ യേശു അനുഗ്രഹിക്കപ്പെടുകയല്ല, ആര് കൈവച്ചോ ആ കൈവച്ച യോഹന്നാൻ അനുഗ്രഹിക്കപ്പെട്ടു. കാരണം യോഹന്നാൻ കൈവച്ചത് ആരുടെ ശിരസിലാണ്? ദൈവപുത്രന്റെ ശിരസിൽ. അതോടൊപ്പം തന്നെ യോഹന്നാൻ യേശുവിന്റെ ശിരസിൽ കൈവച്ചപ്പോൾ സ്വർഗം തുറന്നു. പിതാവ് ശബ്ദത്തിൽ പ്രത്യക്ഷപ്പെട്ടു. പിതാവ് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതോടൊപ്പം പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി യേശുവിന്റെ മേൽ വിശ്രമിക്കുന്നത് യോഹന്നാൻ കണ്ടു. ഇനി അച്ഛൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേട്ടോണം. യോഹന്നാൻ തൊട്ടു. ഹി ടച്ച്ഡ്. ആരെ ടച്ച് ചെയ്തു? ഹി ടച്ച്ഡ് ദ ഇറ്റേണൽ സൺ. വൺസ് അഗൈൻ ഐ വുഡ് ലൈക്ക് ടു സേ, ഹി ടച്ച്ഡ്. അദ്ദേഹം തൊട്ടു. ആരെ തൊട്ടു? പുത്രനെ തൊട്ടു. ഹി ഹേർഡ്. ആരെ കേട്ടു? ദ വോയിസ് ഓഫ് ദി ഫാദർ. പിതാവിനെ കേട്ടു. അപ്പൊ തൊട്ടു, കേട്ടു. ആൻഡ് ഹി സോ ദ ഹോളി സ്പിരിറ്റ് ഇൻ ദി ഫോം ഓഫ് എ ഡോവ്. പ്രാവിന്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവിനെ കണ്ടു. അപ്പൊ സി, ത്രൂ ഹ്യൂമൻ ഫാക്കൽറ്റീസ്. വാട്ട് ആർ ഹ്യൂമൻ ഫാക്കൽറ്റീസ്? ടച്ചിങ്, ഹിയറിംഗ് ആൻഡ് സീയിങ്. Through these human faculties, see the mystery of the Holy Trinity manifested to the history. The mystery of the Holy Trinity
manifested to the history through the baptism of our Lord. That's why I would like to say Jesus' baptism is the beginning of Christian baptism. Why? We, the Christians, are baptized in the name of the Father, Son, and Holy Spirit. So Father, Son, and Holy Spirit revealed, manifested in the history at the time of Jesus' baptism in river Jordan by John the Baptist. ഞാൻ പറഞ്ഞു മനസ്സിലായോ? സ്പർശനത്തിലൂടെ, തൊട്ടതിലൂടെ, ദർശനത്തിലൂടെ, കണ്ടതിലൂടെ, കേട്ടതിലൂടെ, ശ്രവണത്തിലൂടെ പരിശുദ്ധ തൃത്വം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന തൃത്വം ചരിത്രത്തിന് വെളിപ്പെട്ടു. ആ തൃത്വനാമത്തിലാണ് വിശുദ്ധ മാമോദീസ സമാരംഭിച്ചത്. അതുകൊണ്ടാണ് കർത്താവ് വിശുദ്ധ മത്തായി സുവിശേഷം 28-20 പറഞ്ഞു, നിങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പീൻ. ആ പിതൃപുത്ര പരിശുദ്ധാത്മാവായ ഏക ദൈവം, ത്രിയേക ദൈവം ചരിത്രത്തിന് വെളിപ്പെടാനാണ് യേശുക്രിസ്തു മാമോദീസ ഏറ്റത്. അതുകൊണ്ടാണ് ആ മാമോദീസ ക്രൈസ്തവ മാമോദീസയായിട്ട് ആരംഭമായി, അതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനായി പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. സമയം പോയി, എനിക്കറിയാം. ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞങ്ങ് നിർത്തുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ ഈ യോഹന്നാന്റെ സ്നാനത്തെക്കുറിച്ചും അപ്പോസ്തോലിക സ്നാനത്തെക്കുറിച്ചും നല്ലതുപോലെ വ്യക്തമായി പൗലൂസ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം. ആ 19-ാം അധ്യായത്തിലെ അപ്പല്ലോസ് കോരിന്തിലിരിക്കുമ്പോൾ നിങ്ങൾ ഈ അധ്യായം വായിക്കണം. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം. There it's very clear the difference between Christ baptism and Johannine baptism. That I mean Christian baptism. Christ baptism, that is Johannine baptism. What is the difference between Christ baptism or Johannine baptism and Christian baptism? It's very clearly depicted in chapter 19 of Acts of Apostles. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം. അപ്പല്ലോസ് കോരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് എഫേസുസിലെത്തി. ചില ശിഷ്യരെ കണ്ടു. ചില ശിഷ്യർ എന്ന് വെച്ചാൽ ക്രിസ്ത്യാനികളെ കണ്ടു. അവരോട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു? നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു? അവര് പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. ക്രിസ്ത്യാനിയാണ്, പക്ഷെ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും കേട്ടിട്ടില്ല. പൗലോസിന് കാര്യം മനസ്സിലായി. കാരണം അപ്പോൾ ഈ രണ്ട് സ്നാനവും നിലനിൽക്കുന്നുണ്ട്, യോഹന്നാന്റെ മാനസാന്തര സ്നാനവും അപ്പോസ്തോലിക സ്നാനവും. അതറിയാവുന്നത് കൊണ്ടാണ് പൗലോസ് ചോദിച്ചത്, നിങ്ങൾ ആരുടെ സ്നാനമായിട്ട്? അവര് പറഞ്ഞു, യോഹന്നാന്റെ സ്നാനം. അപ്പോൾ പൗലോസ് ലീഹ പറഞ്ഞു, ദാറ്റ് ഈസ് ബാപ്റ്റിസം ഓഫ് റിപ്പന്റൻസ്. അത് മാനസാന്തര സ്നാനമാണ്. ഇത് പറഞ്ഞിട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പൗലോസ് ലീഹ അവരെ സ്നാനം കഴിപ്പിച്ചു. അപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. നിങ്ങളോട് ആരെങ്കിലും രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചിട്ട് ഈ 30-ാമത്തെ വയസ്സിൽ കർത്താവ് മാമോദീസ ഏറ്റു, ആ മാമോദീസയെ സ്വീകരിക്കണമെന്ന് പറഞ്ഞേ നിങ്ങൾ മാനസാന്തര സ്നാനം ഏക്കരുത്. കാര്യം അതിന്റെ 100 മടങ്ങ് പ്രയോജനമുള്ള അപ്പോസ്തോലിക മാമോദീസ കർത്താവ് പരിശുദ്ധ തൃത്വത്തെ തന്റെ മാമോദീസയിലൂടെ വെളിപ്പെടുത്തി. ആ തൃത്വനാമത്തിൽ നമ്മൾ മാമോദീസ സ്വീകരിച്ചു. അവിടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും പുത്ര സ്വീകാര്യവും നിത്യജീവനും നമുക്ക് ലഭിച്ചു. ഈ ബോധ്യമാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ മാമോദീസയെ കുറിച്ച് നമുക്കുണ്ടാകേണ്ടത്. ഞാൻ സമാപിപ്പിക്കുന്നു. ആ സമാപനത്തിൽ പറയുന്ന 1-2 കാര്യങ്ങളെ പ്രായോഗിക ജീവിതത്തിൽ പ്രയോജനപ്പെടാനായിട്ട് പറയുകയാണ്. മാമോദീസ രക്ഷയുടെ പൂർത്തീകരണമല്ല. നിങ്ങളെ കൂദാശക്രമത്തിൽ മാമോദീസ ക്രമം ഒന്ന് പഠിക്കണം. അതിനകത്ത് ജലസ്നാനം, വിശ്വാസമേറ്റ് പറയുന്നത്, അതുപോലെ തന്നെ വിശുദ്ധ മോറോനഭിഷേകം, വിശുദ്ധ കുർബാനയനുഭവം, 3 കൂദാശകളാണ് യഥാർത്ഥത്തിൽ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. വിശുദ്ധ മാമോദീസ, വിശുദ്ധ മോറോനഭിഷേകം, വിശുദ്ധ കുർബാനയനുഭവം. ഇത് 3 ഒരുമിച്ച് ഒരു കുഞ്ഞിന് ലഭിക്കുകയാണ്. അപ്പൊ കുഞ്ഞിന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട 3 നൽവരങ്ങൾ: നിത്യജീവൻ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, ദൈവമക്കൾ എന്ന അവകാശം. അതുപോലെ തന്നെ ഓർക്കുക, നമ്മളെ മാമോദീസയിലൂടെ രക്ഷയുടെ അനുഭവത്തിലേക്കാണ് വരുന്നത്, രക്ഷയുടെ പൂർത്തീകരണമല്ല. പൗലോസ് അപ്പോസ്തലൻ
പറയുന്നത് ശ്രദ്ധിക്കുക. ഞാൻ നല്ല പോർവരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. പൗലോസ്ലീഹ പോലും രക്ഷിക്കപ്പെട്ടു, പൂർണ്ണതയിൽ എത്തി എന്ന് പറയുന്നില്ല. നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് ആ നാളുകളിൽ അവൻ എനിക്ക് നൽകും. രക്ഷയുടെ പൂർത്തീകരണം റിസറക്റ്റഡ് ഹ്യൂമാനിറ്റിയിലാണ്, ഉത്ഥിത സമൂഹത്തിലാണ്. അതുകൊണ്ട് മാമോദീസ രക്ഷയുടെ തുടക്കം. കൂദാശകൾ നമ്മൾ സ്വീകരിക്കുന്നത് മാമോദീസായിലൂടെ ലഭിച്ച രക്ഷയുടെ അനുഭവത്തിലേക്ക് വളരാനാണ്. പ്രതിദിനം പ്രാർത്ഥിക്കുന്നത്, രാവിലെയും വൈകിട്ടും അതുപോലെ 7 യാമങ്ങളിലും പ്രാർത്ഥിക്കുന്നത്, നോയമ്പനുഷ്ഠിക്കുന്നത്, സത്കർമ്മങ്ങൾ ചെയ്യുന്നത്, ഇതെല്ലാം വിശുദ്ധ മാമോദീസയിലൂടെ ലഭിച്ച നൽവരത്തിൽ വളരുവാനാണ്. അതുകൊണ്ട് പ്രധാനമായും മാമോദീസയെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രായോഗിക ജീവിതത്തിൽ ഓർക്കേണ്ടത് മാമോദീസ ദിവസം, അതാണ് നമ്മുടെ ആത്മീക ജനന ദിവസം. അതുകൊണ്ട് നിർബന്ധമായും ഡേറ്റ് ഓഫ് ബാപ്റ്റിസം ഓർത്തിരിക്കുക. പള്ളിയിൽ ജന്മദിനം എഴുതി കൊടുക്കുന്നത് നമ്മൾ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ച ദിവസം അല്ല വേണ്ടിയത്. ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യത്തിൽ വിശുദ്ധ മാമോദീസ ദിവസമാണ് ഓർത്തിരിക്കേണ്ടത്. അതുകൊണ്ട് ഡേറ്റ് ഓഫ് ബാപ്റ്റിസം ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരും കണ്ടുപിടിക്കണം. ഡേറ്റ് ഓഫ് ബാപ്റ്റിസം ഒരു പേഴ്സന്റെ, ഒരു വ്യക്തിയുടെ ഫീസ്റ്റ് ഡേ ആണ്. നമുക്ക് പള്ളിയിലൊക്കെ വാർഷിക പെരുന്നാളില്ലേ എന്ന് പറഞ്ഞ പോലെ വ്യക്തിക്ക് വാർഷിക പെരുന്നാളുണ്ട്. ആ വാർഷിക പെരുന്നാൾ മാമോദീസ ദിവസമാണ്. ഇപ്പൊ ഏപ്രിൽ 5-ാം തീയതി മാമോദീസ നമ്മൾ സ്വീകരിച്ച ദിവസം ഏപ്രിൽ 5 ഒന്നുകിൽ ഏപ്രിൽ 5-ാം തീയതി വിശുദ്ധ കുർബാന ഉണ്ടെങ്കിൽ അന്ന് വിശുദ്ധ കുർബാന അനുഭവിക്കണം. അല്ലെങ്കിൽ അതിനോട് ചേർന്ന് വരുന്ന ദിവസം, ഏത് ദിവസമാണ് വിശുദ്ധ കുർബാന ഉള്ളത്, അത് നമ്മുടെ പെരുന്നാൾ ദിവസമാണ്, മാമോദീസ ദിവസം. അതുകൊണ്ട് അന്ന് വിശുദ്ധ കുമ്പസാരം നടത്തി കുർബാന അനുഭവിക്കണം. മാമോദീസ ദിവസം ഓർക്കുക. രണ്ടാമത്, മാമോദീസ നൽകിയ പുരോഹിതൻ, ആ പുരോഹിതനെ നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയിലും ഓർക്കണം. ആരാണ് നിങ്ങൾക്ക് മാമോദീസ നൽകിയെന്ന് കണ്ടുപിടിച്ച് ഓർത്ത് പ്രാർത്ഥിക്കണം. അതാണ് വൈദികനും ജനങ്ങളും തമ്മിലുള്ള ബന്ധം. അതുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളെ അച്ഛ എന്ന് വിളിക്കുന്നത്. അച്ഛ എന്ന് വിളിക്കുന്നതിന്റെ കാര്യം, ഞങ്ങൾ നിങ്ങളുടെ ആത്മീയ പിതാവാണ്. ആരാണ് മാമോദീസ നൽകിയത് നിങ്ങൾക്കറിയാവോ? എല്ലാ വിശുദ്ധ കുർബാനയിലും എല്ലാ പുരോഹിതന്മാരും അവര് മാമോദീസ മുഖ്യ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. അതാണ് സഭയുടെ ബന്ധം. അതുകൊണ്ട് മാമോദീസ ദിവസം ഓർക്കുക, മാമോദീസ നൽകിയ പുരോഹിതനെ ഓർക്കുക. മൂന്നാമത്തേത്, നമുക്ക് വേണ്ടി വിശ്വാസം ഏറ്റു പറഞ്ഞ നമ്മുടെ വല്യപ്പച്ചൻ, വല്യമ്മച്ചി, തലതൊട്ടപ്പൻ, തലതൊട്ടമ്മ, അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇത് സഭയുടെ ഒരു അനുഗ്രഹീതമായ കൂട്ടായ്മയുടെ വലിയ അനുഭവമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നമ്മുടെ പാരമ്പര്യത്തിൽ മാമോദീസ ഒരിക്കൽ പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ, അല്ലാതെ നമ്മളിപ്പം തെറ്റിലേക്ക് വീണു, നമ്മൾ ബലഹീനരായി പോയി വീണ്ടും മാമോദീസ സ്വീകരിക്കുന്നില്ല. മറിച്ച് മാമോദീസ സ്വീകരിച്ച ഒരു വിശ്വാസിക്ക് ആ വിശ്വാസ ജീവിതത്തിലേക്ക് പുനരായി നമ്മളെ ക്രമീകരിക്കുന്നത് വിശുദ്ധ കുമ്പസാരവും വിശുദ്ധ കുർബാന അനുഭവമാണ്. എന്നാൽ ഞാൻ ഇപ്പൊ പറയാൻ പോകുന്ന ഒരു കാര്യം കേൾക്കുക. നമ്മുടെ വ്യാഖ്യാന തലത്തിൽ പിതാക്കന്മാർ 3 തരം മാമോദീസയെ കുറിച്ച് പറയുന്നുണ്ട്. അതും വിശുദ്ധ മാമോദീസയുടെ അനുഭവത്തിന്റെ ഒരു വ്യാഖ്യാനമാണ്. ഒന്ന്, ബാപ്റ്റിസം ഇൻ വാട്ടർ, ജലസ്നാനം. വിശുദ്ധ മാമോദീസ, അത് ആവർത്തിക്കപ്പെടുന്നില്ല. എന്നാൽ വിശുദ്ധ മാമോദീസയിൽ വളരാനുള്ളത് എന്താണെന്നോ? ബാപ്റ്റിസം ഇൻ ടീയേഴ്സ്, കണ്ണുനീരിലുള്ള മാമോദീസ. അതാണ് സത്യ അനുതാപം. ഏറ്റവും വലിയ സാക്ഷ്യത്തെ കുറിച്ച് പറയുന്നത് ബാപ്റ്റിസം ഇൻ ബ്ലഡ് എന്ന് വെച്ചാൽ രക്തസാക്ഷിത്വത്തിന്റെ മാമോദീസ. അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ വിശുദ്ധ മാമോദീസ സ്വീകരിച്ചിരിക്കുന്നത് ആ മാമോദീസയുടെ അനുഭവത്തിൽ വളരാൻ. നിങ്ങൾ ഈ 3 ബാപ്റ്റിസത്തിനെ കുറിച്ചുള്ള ഡെസ്ക്രിപ്ഷൻ, വ്യാഖ്യാനം ഓർത്തിരുന്നോണേ. ബാപ്റ്റിസം ഇൻ വാട്ടർ, ബാപ്റ്റിസം ഇൻ ടീയേഴ്സ് ആൻഡ് ബാപ്റ്റിസം ഇൻ ബ്ലഡ്. അത് രക്തസാക്ഷിയുടെ ഏറ്റവും വലിയ രക്തസാക്ഷിത്വത്തിന്റെ അനുഭവമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പഠനത്തിനുള്ള ഒരു പ്രേരണ തന്നു എന്ന് മാത്രം വിചാരിക്കുക. ഒന്നാമത് ഞാൻ പറഞ്ഞ സെമറ്റിക് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി ഹോളി ബാപ്റ്റിസം. രണ്ടാമത് പറഞ്ഞത് ചലഞ്ചസ് that we are facing about holy baptism. മൂന്നാമത്തേത് അപ്പോസ്റ്റോലിക് ആൻഡ് ബിബ്ലിക്കൽ ടീച്ചിങ് about holy baptism. നാലാമത് ഞാൻ ഓർമ്മിപ്പിച്ചത് ഡിഫറൻസ് ബിറ്റ്വീൻ ക്രൈസ്റ്റ് ബാപ്റ്റിസം ആൻഡ് ക്രിസ്ത്യൻ ബാപ്റ്റിസം. അവസാനമായി പറഞ്ഞത്
പ്രധാനപ്പെട്ട സംഗതികൾ പ്രായോഗിക തലത്തിൽ പ്രാക്ടിക്കൽ വേസ് ഓർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ബാപ്റ്റിസം, ഡേറ്റ് ഓഫ് ബാപ്റ്റിസം, അതുപോലെ തന്നെ പ്രധാനമായി ഓർത്തിരിക്കേണ്ടത് ആരാണ് നമുക്ക് ബാപ്റ്റിസം നൽകിയ, ദ നെയിം ഓഫ് ദി പ്രീസ്റ്റ്. മൂന്നാമത്തേത് ദ നെയിം ഓഫ് അവർ ഗോഡ് ഫാദർ ഓർ ഗോഡ് മദർ. റിമെമ്പർ ദീസ് ടു പീപ്പിൾ, ദ പ്രീസ്റ്റ് ആസ് വെൽ ആസ് ദി ഗോഡ് ഫാദർ ഓർ ഗോഡ് മദർ, എവറി ടൈം ഇൻ യുവർ പ്രേയേഴ്സ്. ഏറ്റവും വലിയ സാക്ഷ്യം മാമോദീസ രക്ഷയുടെ തുടക്കം. ആ രക്ഷയുടെ പൂർണ്ണതയിലേക്ക് വളരാനാണ് എല്ലാ കൂദാശകളും ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ ഞാൻ പറഞ്ഞ ബാപ്റ്റിസം ഇൻ വാട്ടേഴ്സ്, ബാപ്റ്റിസം ഇൻ tears, repentance, every moment repentance, and witness, that is baptism in blood, രക്തസാക്ഷിത്വം, ക്രിസ്തുവിന് വേണ്ടിയുള്ള ജീവിതം. സർവശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ തേഫിലോസ് തിരുമേനിയോടും ബഹുമാന്യരായ വൈദികരോടും ബഹുമാനപ്പെട്ട റമ്പാച്ചനോടും ഫിലിപ്പോസ് റമ്പാച്ചനോടും നിങ്ങൾ എല്ലാവരോടും നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കൃത്യം 1 മണിക്കൂറിനുള്ളിൽ വിശുദ്ധ മാമോദീസായുടെ എല്ലാ വശങ്ങളെ സംബന്ധിച്ച് ആധികാരികമായി, എന്നാൽ ഒരു ചെറിയ പൈതലിനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന അതേ ലാഘവത്തോടെ ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മളെ പഠിപ്പിച്ചു. അച്ഛൻ തന്നെ പറഞ്ഞു, ഇത് പൂർണ്ണമല്ല, നമ്മുടെ പഠനത്തിന് ഇതൊരു ബേസ് ആകുവാൻ ഇടയാകട്ടെ. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അച്ഛന് പരാമർശിക്കപ്പെടാത്ത എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ 2-3 സംശയങ്ങൾ ചോദിക്കുവാനുള്ള അവസരം ഇപ്പോഴുണ്ട്. എന്നാൽ കൂടുതൽ സംശയങ്ങൾ എഴുതി അറിയിച്ച് പിന്നീട് അതിന്റെ മറുപടി ലഭിക്കുന്നതുമായിരിക്കും. നമുക്ക് ഒരു 4-5 മിനിറ്റ് മാത്രമേ ഇനിയും വിനിയോഗിക്കുവാനായിട്ടുള്ളൂ. അതുകൊണ്ട് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ ചോദിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഗൂഗിൾ അറ്റൻഡൻസ് ഫോം ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. അത് ഫില്ല് ചെയ്യാനായിട്ട് മറക്കരുത്. സംശയ പൂർത്തീകരണത്തിന് ശേഷം ബഹുമാനപ്പെട്ട ഫിലിപ്പോസ് റമ്പാച്ചൻ ഒരു വാക്ക് നന്ദി പ്രകാശിപ്പിച്ചതിന് ശേഷം അപ്പോൾ തിരുമേനിയുടെ സമാപന പ്രാർത്ഥനയോടും ആശീർവാദത്തോടും കൂടി ഇന്നത്തെ ക്ലാസ് പരിപൂർണമാകും. ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചു. ഞാൻ ഇതിന്റെ നോട്ട് ഞാൻ ചാക്കോയാണ് ബർദായിന്ന്. ഓക്കെ. നമ്മുടെ ഈ രക്ഷയ്ക്ക് മാമോദീസ ഈസ് ഇറ്റ് നെസസറി? രക്ഷയ്ക്ക് വിശുദ്ധ മാമോദീസ ഇനെവിറ്റബിൾ ആണോ എന്ന ചോദ്യം, അത് ഒരു ഫിലോസോഫിക്കൽ ചോദ്യമാണ്. സഭയുടെ ഘടനയിലും യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും പഠിപ്പിച്ചതിലും വിശുദ്ധ മാമോദീസ രക്ഷയ്ക്ക് അനിവാര്യം തന്നെയാണ്. അതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. എന്നാൽ ഞാൻ ആ കൂട്ടത്തിൽ പറയട്ടെ, മാമോദീസ സ്വീകരിക്കാതെ ഒരു കുഞ്ഞ് മരിച്ചു പോവുകയോ അല്ലെങ്കിൽ ഒരാളെ മാമോദീസ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്താൽ അവരുടെ അവസ്ഥ, അവരുടെ രക്ഷ എന്താണ് എന്ന് ചോദിച്ചാൽ സത്യത്തിൽ അത് മാനുഷിക കാഴ്ചപ്പാടിൽ നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ദൈവം തൻ്റെ കരുണയാൽ അവരെ രക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്നതും കർത്താവ് പഠിപ്പിക്കുന്നതും അപ്പോസ്തലന്മാർ നൽകിയ ഉപദേശത്തിലും രക്ഷയ്ക്ക് വിശുദ്ധ മാമോദീസ അനിവാര്യം തന്നെയാണ്. ഓക്കെ, ഇനി വല്ലതും ചോദിക്കാനുണ്ടോ? അച്ഛാ, ഞാൻ ബറോഡയിൽ മാമച്ചനാണ് സംസാരിക്കുന്നത്. എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. പല വൈദികരും നമ്മുടെ ഈ വെള്ളം വാഴ്വിന്റെ സമയത്ത് വീഡിയോ എടുക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും അനുവദിക്കുന്നില്ല. എന്നാൽ പല വൈദികരും അത് അനുവദിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഇന്റർനെറ്റിന്റെ അതിപ്രസരണ കാലത്ത് മധുബായിക്കകത്ത് കയറി വീഡിയോ പിടിക്കാൻ പറ്റുന്നില്ല. അത്രയുള്ള ആൾക്കാർക്ക് പ്രശ്നമുള്ളത്. അത്രമാത്രം ഇങ്ങനെ പോകുന്നൊരു സിറ്റുവേഷനിൽ ഇതിൽ ഏതാണ് കറക്റ്റ്? നമുക്ക് അങ്ങനെ വീഡിയോ ഫോട്ടോ എടുക്കുന്നതിന് തെറ്റുണ്ടോ അതോ എടുക്കാൻ പറ്റില്ലോ എന്നൊരു സംശയം ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഞാൻ വ്യക്തമായി അതിന്റെ മറുപടി പറയുന്നു. വിശുദ്ധ രഹസ്യങ്ങൾ, കൂദാശകളുടെ രഹസ്യ സ്വഭാവമുള്ള ഒരു കാര്യവും വീഡിയോ എടുക്കുകയോ പരസ്യപ്പെടുത്തുകയോ ചെയ്യുന്നത് ശരിയല്ല.
അത് ഒന്നാമത്തെ ഭാഗം. ഇപ്പൊ ഈ ഫോട്ടോ എടുക്കാൻ വരുന്ന ആൾക്ക് മദ്ബഹയിൽ കയറിയോ അല്ലെ മാമുദീസ തൊട്ടിയുടെ മുകളിലൂടെ വന്നോ എടുക്കാനായിട്ട് അവർക്ക് താല്പര്യമുണ്ട്. കാര്യം അത് അവരുടെ ഒരു എന്നാ അത്യുത്സാഹമാണ്. എന്നാൽ ഒന്നാമത്തെ സംഗതി, നമ്മളെ വിശുദ്ധ രഹസ്യങ്ങളുടെ കൂദാശകളുടെ രഹസ്യപൂർണമായ കാര്യങ്ങൾ അത് വീഡിയോ എടുക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാര്യം അത് അങ്ങനെ പ്രകടിപ്പിക്കുകയും പരസ്യപ്പെടുത്തുകയും ചെയ്യേണ്ടതല്ല. അല്ലാത്ത ഒത്തിരി നല്ല ക്ലിപ്പുകൾ ഒരു മാമോദീസയോട് ചേർന്ന് എടുക്കാൻ സാധിക്കും. അത് മാമോദീസ നടത്തുന്ന മാതാപിതാക്കളും ചുമതലപ്പെട്ടവരും പറയണം, നിങ്ങളെ വെള്ളം വാഴ്വിന്റെ അല്ലെങ്കിൽ പ്രത്യേകമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് പ്രവേശനത്തിന് അനുവാദം ഇല്ലാത്തടത്ത് കയറി നിങ്ങൾ ചെയ്യരുത് എന്ന് ആ മാമോദീസ നിർവഹിക്കപ്പെടുന്ന കുടുംബത്തിലുള്ളവർ പറയുകയാണെങ്കിൽ എത്രയോ നല്ലതാണ്. സത്യത്തിൽ വിശുദ്ധ മാമോദീസ ഇന്ന് മാമോദീസയും പല കൂദാശകളും വല്ലാതെ കച്ചവടവൽക്കരിക്കുന്ന ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ട്. അത് തെറ്റാണ്. രണ്ടാമത് ഞാൻ അതിനോട് ചേർത്ത് മറ്റൊരു കാര്യം പറയാം. നമ്മൾ സത്യത്തിൽ കുഞ്ഞിനെ മാമോദീസയ്ക്ക് കൊണ്ടുവരുമ്പം നമ്മൾ കുഞ്ഞിനെ പൂർണ്ണ നഗ്നതയിലാണ് കൊച്ചിനെ കൈ പിടിക്കുന്നത്. ഇടത്തെ കൈയിൽ തല വരത്തക്ക രീതിയിൽ ആദ്യം പിടിക്കുന്നു, മാമോദീസയ്ക്ക് ശേഷം തിരിച്ചു പിടിക്കുന്നു. ഈ സന്ദർഭങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു കുഞ്ഞിന്റെ നഗ്നത ഫോട്ടോഗ്രാഫിയിലാക്കുന്നത് നിയമപരമായി തെറ്റാണ്. അത് ചെയ്യരുതെന്ന് പറയണം. ആ കൊച്ചു വളർന്നു വരുമ്പം ഈ ഫോട്ടോസ് ശരിയല്ല. അത് ഇന്നത്തെ ഒരു ചൈൽഡ് റൈറ്റിലും തെറ്റാണ്. അതുകൊണ്ട് വ്യഗ്രതയോടെ അങ്ങനെ ഫോട്ടോ എടുക്കാൻ ചില ഫോട്ടോഗ്രാഫേഴ്സ് ശ്രമിക്കുന്നത് തെറ്റാണ്. ഏതെങ്കിലും വൈദികർ അതിനെ എതിർക്കുമ്പോൾ ഈ കുട്ടിയുടെ മാതാപിതാക്കളും പേരൻസും കൂടെ ഞങ്ങൾക്ക് എടുക്കാൻ മേലെന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും? അതാണ് ഇപ്പൊ പലപ്പോഴും സംഭവിക്കുന്നത്. നിങ്ങൾ ഈ കൂദാശകളിലെ ഫോട്ടോഗ്രാഫി നല്ലതുപോലെ ശ്രദ്ധിക്കണം. വിവാഹ കൂദാശയിലായാൽ പോലും ഫോട്ടോഗ്രാഫറുടെ ആയെങ്കിലും ഫോട്ടോഗ്രാഫർ നോക്കുന്നതും അവരെടുക്കുന്നതിൽ നമുക്ക് തരുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷെ അവരുടെ കയ്യിൽ കീപ്പ് ചെയ്യുന്ന ഫോട്ടോഗ്രാഫ്സ് അതൊക്കെ വല്ലാതെ പ്രശ്നം ഉളവാക്കുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനപരമായ വിഷയം, നിങ്ങൾ ഒരാൾക്ക് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് ഒരാളെ ക്രമീകരിക്കുമ്പോൾ പറയണം, ഒരു ഡീസൻസി ആൻഡ് ഡെക്കോറം പാലിച്ചുകൊണ്ട് ഫോട്ടോഗ്രാഫി നടത്താവുള്ളൂ എന്ന് പറയണം. അതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ. അല്ല, അതിനകത്ത് ഞാനൊരു കൃത്യമായിട്ട് പറയാം. അച്ഛൻ പറഞ്ഞു, ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇരിക്കുന്ന അച്ഛന്മാരും കേൾക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. മാമോദീസായില് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് ചെയ്തതായ എല്ലാ ഭാഗങ്ങളും നിങ്ങൾ വീഡിയോ എടുത്തോളും. കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് വെള്ളം വാഴ്ത്തുന്നതായ കാര്യം നിങ്ങൾക്ക് വീഡിയോ എടുക്കാനുള്ളതല്ല. അത് പരിശുദ്ധാത്മാഹ്വാനത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. ആ സമയത്ത് മാമോദീസ അതിന് മുന്നിൽ വന്ന് നിന്ന് വീഡിയോ എടുക്കാൻ ഞാൻ സമ്മതിക്കാറില്ല. സൈഡിൽ നിന്ന് വീഡിയോ എടുക്കാൻ ഞാൻ സമ്മതിക്കാറില്ല. പുറകെ നിന്ന് നിങ്ങൾക്ക് എടുക്കാം. അത് രഹസ്യമാണ്. ആ രഹസ്യം പരസ്യപ്പെടുത്താനുള്ളതല്ല, വീഡിയോയിൽ എടുക്കാൻ ഫോട്ടോ എടുക്കാനുള്ളതും അല്ല. ഓക്കെ. ഇതിലൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ആരാണ്? അച്ഛനോ തിരുമേനിയോ ആണോ അതോ എന്നുള്ളതുകൂടി ഒന്ന് ചിന്തിച്ചാൽ നല്ലതാ. ഓക്കെ, ഞാനത് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അച്ഛൻ എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ചോദിക്കാമോ? വൈ നോട്ട്. ഞാൻ ബറൂച്ച് വെള്ളിയിൽ നിന്നാണ്, ഷാജു കുര്യാക്കോസ്. യോഹന്നാൻ സ്നാപകൻ മാനസാന്തരത്തിനായുള്ള മാമോദിസയാണ് നടത്തിയത്. അപ്പോ നമ്മുടെ കർത്താവ് എന്തിനാണ് മാനസാന്തരത്തിനുള്ള മാമോദിസ ഏറ്റത്? ഞാനത് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. യേശു ക്രിസ്തു പാപം ചെയ്തത് കൊണ്ടോ കർത്താവിന് മാമോദിസയിലൂടെ നമുക്ക് ലഭിക്കുന്നത് പോലെ നിത്യജീവനോ പുത്രസ്വീകാരോ പരിശുദ്ധാത്മാഭിഷേകമോ ലഭിക്കാനോ അല്ല, മറിച്ച് യേശു മാമോദിസ ഏറ്റതിലൂടെ, ഞാനത് ഇച്ചിലൂടെ പറയാം, കർത്താവ് വെള്ളത്തിൽ ഇറങ്ങിയതിലൂടെ വെള്ളം ശുദ്ധീകരിക്കപ്പെട്ടു. കർത്താവിന്റെ മേൽ ശിരസിൽ യോഹന്നാൻ കൈവച്ചതിലൂടെ പഴയ നിയമ പൗരോഹിത്യം പൂർത്തീകരിക്കപ്പെട്ട പുതിയ നിയമ പൗരോഹിത്യം ആരംഭിച്ചു. കർത്താവ് മാമോദിസ സ്വീകരിച്ചതിലൂടെ പഴയ നിയമ ശുദ്ധീകരണവും കഴുകലും ഇതെല്ലാം അവസാനിച്ച് പുതിയ നിയമസഭയുടെ ക്രിസ്തീയ മാമോദിസ തുടങ്ങി. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ
എന്തിനാണ് കർത്താവ് മാനസാന്തര മാമോദീസ സ്വീകരിച്ചത്? കർത്താവ് പാപിയായതുകൊണ്ടല്ല, പാപികളായ നമുക്ക് വേണ്ടിയാണ്. പാപികളായ നമുക്ക് വേണ്ടിയാണ്. കർത്താവ് കുരിശിൽ മരിച്ചത് എന്തിനു വേണ്ടിയാ? പാപിയായതുകൊണ്ടല്ല, പാപികളായി നമുക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ഈ കൂട്ടത്തിൽ ചേർത്ത് പറയട്ടെ, കുറേയേറെ അനവധി വിശദീകരണങ്ങളുണ്ട്. അഫ്രഹാത്തിന്റെയും പരിശുദ്ധനായ അപ്രേമിന്റെയും വിശദീകരണം രണ്ടാണ്. അപ്രേമിന്റെ വിശദീകരണത്തിൽ മാമോദീസയുടെ തുടക്കം കർത്താവിന്റെ വിലാപ്പുറത്ത് പടയാളി കുന്തം കൊണ്ട് കുത്തിയപ്പോൾ രക്തവും വെള്ളവും വിശുദ്ധ കുർബാനയും മാമോദീസയും പൊട്ടിപ്പുറപ്പെട്ടു. അപ്പോൾ കർത്താവിന്റെ തിരുവിലാവാണ് മാമോദീസയുടെ തുടക്കം, വിശുദ്ധ കുർബാനയുടെ തുടക്കം. അഫ്രഹാത്തിന്റെ പാരമ്പര്യത്തിൽ കർത്താവ് കാല് കഴുകിയതാണ്, ശിഷ്യന്മാരുടെ കാല് കഴുകിയതാണ് മാമോദീസയുടെ തുടക്കം. അങ്ങനെ ഡിഫറെന്റ് ട്രഡീഷൻസ് ഉണ്ട്. എന്നാൽ യോഹന്നാൻ അപ്പോസ്തലന്റെ പാരമ്പര്യമാണ് സഭ സ്വീകരിച്ചിരിക്കുന്ന മഹത്തരമായ പാരമ്പര്യം. ആ പാരമ്പര്യത്തിൽ യോർദാനിൽ കർത്താവ് സ്വീകരിച്ച മാമോദീസയാണ് ക്രിസ്ത്യ മാമോദീസ തുടക്കം. ഓക്കെ മോനെ, മനസ്സിലായെന്ന് തോന്നുന്നു. ചോദ്യങ്ങൾ അനേകം വരാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് ബഹുമാനപ്പെട്ട അച്ഛൻ കൈകാര്യം ചെയ്തത്. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും അത് എഴുതി അറിയിച്ചാൽ അതിന്റെ മറുപടി ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ക്ലാസിന്റെ പൂർണ്ണ രൂപം റെക്കോർഡിംഗ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചിലരുടെയൊക്കെ ആവശ്യം വന്നിട്ടുണ്ട്, ഇതിന് നോട്ട്സ് തരണമെന്ന്. ബഹുമാനപ്പെട്ട അച്ഛൻ നോട്ട്സ് തരുന്നെങ്കിൽ ഏറ്റവും നല്ല. പക്ഷെ ഇതിന്റെ പൂർണ്ണ റെക്കോർഡിങ് ഈ നമ്മുടെ ഗ്രൂപ്പിനകത്ത് പിന്നീട് ഇടുന്നതുമായിരിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഈ സമയത്ത് ബഹുമാനപ്പെട്ട ഫിലിപ്പോസ് റമ്പാച്ചൻ ഒരു വാക്ക് സന്തോഷം, നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തിരുമേനിയുടെ ആശീർവാദത്തോടു കൂടി നമുക്ക് പൂർത്തീകരിക്കാം. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സില് 230 participants were there. Thank you. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അഭിമന്യ തിരുമേനി, ഏറ്റവും ആദരണീയനായ ഡോക്ടർ വർഗീസ് അച്ഛൻ, ആദരണീയ വൈദിക ശ്രേഷ്ഠരെ, ഈ ഓൺലൈൻ ബൈബിൾ സ്റ്റഡി ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബൈബിൾ സ്റ്റഡി ക്ലാസ്സിൻ്റെ 4ാമത്തെ ക്ലാസ് ഇന്ന് ഏറ്റവും അനുഗ്രഹപ്രദമായ രീതിയിൽ അവസാനിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ക്ലാസ് ഇത്രയും അനുഗ്രഹപ്രദമായ രീതിയിൽ നടത്തുവാൻ സാധിച്ച ദൈവത്തെ പ്രത്യേകമായിട്ട് സ്തുതിക്കുന്നു. ഈ ക്ലാസ്സുകൾ ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് നടത്തുവാൻ സാധിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ അഭിനന്ദ തിരുമേനിയുടെ നേതൃത്വവും അതോടൊപ്പം തന്നെ തിരുമേനിയുടെ പ്രത്യേക താല്പര്യമാണ്. ഓരോ ദിവസത്തെയും നമ്മുടെ ക്ലാസ്സുകൾ ഒന്നിനൊന്ന് മെച്ചമായിട്ട് നടക്കുന്നു എന്നതിൽ നമുക്ക് പ്രത്യേകം സന്തോഷിക്കാം. തിരുമേനിയുടെ ആ നേതൃത്വവും പ്രത്യേകിച്ച് തിരുമേനിയോടുള്ള പ്രത്യേകമായ സ്നേഹവും ആദരവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സുകൾ ഏറ്റവും അനുഗ്രഹപ്രദമായ രീതിയിൽ നടത്തിയ വന്നിയ ഡോക്ടർ വർഗീസ് അച്ഛൻ, പ്രത്യേകിച്ച് ഒരു മണിക്കൂർ 20 മിനിറ്റ് ഇത്രയും സമയം നമുക്ക് പോയത് നമ്മൾ അറിഞ്ഞില്ല. അതേ രീതിയിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ക്ലാസ്, പ്രത്യേകിച്ച് വിശുദ്ധ മാമോദീസയുടെ വേദപുസ്തക അടിസ്ഥാനവും പിതാക്കന്മാരെ പഠിപ്പിക്കലുകളും അതോടൊപ്പം തന്നെ നമ്മുടെ ആനുകാലിക ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പ്രത്യേകമായി വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അച്ഛനോടുള്ള പ്രത്യേകമായ നന്ദി സ്നേഹവും അറിയിക്കുന്നു. അച്ഛൻ പ്രത്യേകിച്ച് OCVA ജനറൽ സെക്രട്ടറി ആയിട്ടും അതോടൊപ്പം MGOS ജനറൽ സെക്രട്ടറി ആയിട്ടൊക്കെ ഇരുന്ന് യുവാക്കളുടെ ഇടയിൽ വളരെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണല്ലോ. അച്ഛൻ്റെ ഈ ക്ലാസ് ഏറ്റവും അനുഗ്രഹപ്രദമായിരുന്നു. അച്ഛനെ ക്ഷണിച്ചപ്പോൾ ഏറ്റവും സന്തോഷപൂർവ്വം അച്ഛന് ഇത് ക്ലാസ് ഏറ്റെടുക്കുകയും അനുഗ്രഹപ്രദമായ രീതിയിൽ നിർവഹിക്കുകയും ചെയ്തതിൽ അച്ഛനോടുള്ള പ്രത്യേകമായ നന്ദി സ്നേഹവും അഭിനന്ദ തിരുമനസിൻ്റെ പേരിലും ഭദ്രാസിൻ്റെ പേരിലും ബൈബിൾ സ്റ്റഡി ടീമിൻ്റെ പേരിലും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത വന്യരായ വൈദിക ശ്രേഷ്ഠർ, അതോടൊപ്പം തന്നെ വിവിധ ഇടവകളിൽ നിന്ന് പങ്കെടുത്ത വ്യക്തികൾ എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ക്ലാസ്സുകളുടെ അതിന് വേണ്ടതായിട്ടുള്ള ക്രമീകരണം നടത്തുവാൻ തക്കവണ്ണം ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ബൈബിൾ സ്റ്റഡി ടീമിലുള്ള പ്രത്യേകിച്ച് വന്യനായ ജേക്കബ് മാത്യു അച്ഛൻ, ഭദ്രാസ് സെക്രട്ടറി വന്യനായ ജോർജ് വർഗീസ് അച്ഛൻ, വൈദിക സംഘം സെക്രട്ടറി വന്യനായ മനു അച്ഛൻ, അതോടൊപ്പം തന്നെ വന്യനായ എബി അച്ഛൻ, റിജോ ഗിവറീസ് അച്ഛൻ, ജിപ്സൺ അച്ഛൻ, ഈ വൈദിക ശ്രേഷ്ഠനോടുള്ള പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവരോടുമുള്ള നന്ദി ഒരിക്കലൂടെ അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ ക്ലാസ്സുകൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സ്മരിക്കുന്നു. ദൈവം തമ്പുരാൻ
നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും വിശുദ്ധാത്മാവിന്റെ സംബന്ധവും കൂട്ടായ്മയും നാം എല്ലാവരുടെ മേലും നമ്മുടെ എല്ലാ ഭവനങ്ങളുടെ മേലും ഇടവകയിന്മേലും ഭദ്രാസനത്തിന്റെ പ്രാർത്ഥനകളുടെ മേലും സഭയിന്മേലും പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് വേണ്ടി ഈ ശുശ്രൂഷ നിർവഹിച്ച ബഹുമാനപ്പെട്ട അച്ഛനോടും അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങളോടും അച്ഛൻ്റെ കുടുംബത്തോടും ഇപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ബൈബിൾ ഹെർമിഗാനിയ ഗ്രൂപ്പിലെ നമ്മുടെ ഗൂഗിൾ ഫോം, അറ്റൻഡൻസിന്റെ ഗൂഗിൾ ഫോം ലോഡ് ചെയ്തിട്ടുണ്ട്. ഏവരും അത് ഫില്ല് ചെയ്യുവാനായിട്ട് മറക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.